നമസ്കാരം എല്ലാ പ്രേക്ഷകർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുകയാണ്. ഒരാഴ്ചയുടെ തുടക്കമാണ്. ഇന്നു മുതൽ രാവിലെയിൽ 2 പുതിയ സെഗ്മെന്റുകൾ കൂടി പ്രേക്ഷകർക്കായി ഉൾപ്പെടുത്തിയിരിക്കുകയാണ്. ഓരോ ദിവസവും തുടങ്ങുന്നതിന് മുൻപ് വളരെ പോസിറ്റീവായ കാര്യങ്ങൾ കേൾക്കുകയും അതിനെക്കുറിച്ച് ചിന്തിക്കുകയും ചെയ്യാം. അതിനായി ഞങ്ങൾ നിങ്ങൾക്കായി തയ്യാറാക്കിയിരിക്കുന്ന സെഗ്മെന്റാണ് നല്ല വാക്ക്. ഒപ്പം സോഷ്യൽ മീഡിയയിലെ വൈറൽ വീഡിയോകൾ അതെല്ലാവരും കാണണമെന്നില്ല, പക്ഷെ അത് നിങ്ങളിലേക്ക് എത്തിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. ഇത് കണ്ടോ എന്ന അനുശ്രീയും അജയും നിങ്ങളിലേക്ക് എത്തിക്കുന്ന ഒരു സെഗ്മെന്റാണ് ഇത് കണ്ടോ. അങ്ങനെ 2 പുതിയ സെഗ്മെന്റുകളും കൂടി ഉൾപ്പെടുത്തി രാവിലെ നിങ്ങളിലേക്ക് എത്തുകയാണ്. ആദ്യം നമുക്ക് നോക്കാം പ്രധാന വാർത്തകൾ. ബഷർ അൽ അസദ് ഭരണകൂടത്തിന്റെ വീഴ്ചയ്ക്ക് പിന്നാലെ സിറിയയിൽ ഇസ്രായേൽ ആക്രമണം. ആയുധപ്പുരകൾ തകർത്തു. അധികാര കൈമാറ്റത്തെ സ്വാഗതം ചെയ്ത് ലോകരാജ്യങ്ങൾ. ക്രൂരരാഷ്ട്രം വീണെന്ന് ഫ്രാൻസ്. നല്ല വാർത്തയെന്ന് ജർമ്മനി. നാടുവിട്ട ബഷർ അൽ അസദ് മോസ്കോയിൽ അഭയം നൽകുമെന്ന് റഷ്യ. നയതന്ത്ര സംഘർഷങ്ങൾക്കിടെ വിദേശകാര്യ സെക്രട്ടറി ഇന്ന് ബംഗ്ലാദേശിൽ. ഇടക്കാല സർക്കാരുമായി കൂടിക്കാഴ്ച നടത്തും. ഹിന്ദുക്കൾക്കെതിരായ ആക്രമണം പ്രധാന ചർച്ചാ വിഷയം. മുഹമ്മദ് യൂനസിന്റെ നൊബേൽ സമ്മാനം തിരിച്ചെടുക്കണമെന്ന ആവശ്യമുയർത്തി BJP. ആലപ്പുഴ വനിതാ ശിശു ആശുപത്രിക്കെതിരെ വീണ്ടും പരാതി. പ്രസവത്തെ തുടർന്ന് നവജാത ശിശുവിന്റെ കൈ തളർന്നു. കുഞ്ഞിനെ പുറത്തെടുത്തത് നിരവധി ആരോപണങ്ങൾ നേരിടുന്ന ഡോക്ടർ പുഷ്പ തന്നെയെന്ന് മാതാപിതാക്കൾ. ആരോഗ്യമന്ത്രിക്ക് പരാതി നൽകി. ന്യൂസ് 18 എക്സ്ക്ലൂസീവ്. വിഭാഗീയത കൊടികുത്തുന്നതിനിടെ CPM ജില്ലാ സമ്മേളനങ്ങൾ നാളെ മുതൽ. തുടക്കം കൊല്ലം ജില്ലയിൽ. പൊട്ടിത്തെറികൾ ഒഴിവാക്കാൻ കരുതലോടെ പാർട്ടി നേതൃത്വം. ഇന്ത്യ മുന്നണിയിലെ തർക്കം പാർലമെന്റിൽ ആയുധമാക്കാൻ ഒരുങ്ങി സർക്കാർ. അദാനി വിഷയത്തിൽ തന്നെ ഉറച്ചു നിൽക്കാൻ പ്രതിപക്ഷം. സഭ ഇന്ന് വീണ്ടും ചേരും. ദിലീപിന്റെ ശബരിമല ദർശന വിവാദം ഇന്ന് വീണ്ടും ഹൈക്കോടതിക്ക് മുന്നിൽ. സർക്കാർ റിപ്പോർട്ട് നൽകിയേക്കും. CCTV ദൃശ്യങ്ങൾ പരിശോധിച്ച് തീരുമാനമെടുക്കാൻ ദേവസ്വം ബെഞ്ച്. പാലോട് നവവധുവിന്റെ മരണത്തിൽ ഭർത്താവും സുഹൃത്തും റിമാൻഡിൽ. ഇന്ദുജയുടെ ആത്മഹത്യ മാനസിക ശാരീരിക പീഡനങ്ങളാലെന്ന് പോലീസ്. കാസർകോട്ടെ പ്രവാസി വ്യവസായിയുടെ കൊലപാതകത്തിൽ കൂടുതൽ അന്വേഷണം നടത്തും. കസ്റ്റഡിയിലുള്ള ജിന്നുമ്മയെ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങും. തട്ടിപ്പ് സംഘത്തിൽ കൂടുതൽ പേരുണ്ടെന്ന സംശയത്തിൽ പോലീസ്. വിശദമായ വാർത്തകളിലേക്ക് പോകാം. പതനത്തിന് ശേഷം സിറിയയിൽ ഇസ്രായേൽ ആക്രമണം. സിറിയയ്ക്ക് നേരെ വ്യോമാക്രമണം നടത്തി ഇസ്രായേൽ. സിറിയൻ സൈന്യത്തിന്റെ ആയുധശേഖരം വിമതരുടെ കയ്യിൽ എത്താതിരിക്കാനാണ് വ്യോമാക്രമണം. അതിനിടെ മോസ്കോയിലെത്തിയ ബഷാർ അൽ അസദിന് അഭയം നൽകുമെന്ന് റഷ്യ അറിയിച്ചു. കിരൺ ബാബുവാണ് ന്യൂസ് ഡെസ്കിൽ വിവരങ്ങളുമായി ചേരുന്നത്. കിരൺ, വെരി ഗുഡ് മോർണിംഗ്. എന്തായാലും ബഷാർ അൽ അസദ് റഷ്യയിലെത്തിയിട്ടുണ്ട് എന്നുള്ള വിവരം നമുക്ക് ലഭ്യമാകുന്നു. മറ്റെന്തൊക്കെ കാര്യങ്ങളാണ് സിറിയയിൽ നിന്നും ഏറ്റവും ഒടുവിൽ പുറത്തുവരുന്നത്? അശ്വതി, ഏറ്റവും പുതിയ വിവരം അവിടെ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണമാണ്. സിറിയയിൽ ഇന്നലെ വിമതർ പൂർണ്ണമായും സിറിയയുടെ അധികാരം പിടിച്ചെടുത്തിരുന്നു. അവിടെ നിന്ന് പ്രസിഡന്റ് അധികാരം പിടിച്ചെടുക്കുന്നതിന് തൊട്ടു മുമ്പായി പ്രസിഡന്റും അദ്ദേഹത്തിന്റെ ഭാര്യയും 2 കുട്ടികളുമാണ് അവിടെ നിന്ന് വിമാനമാർഗം മറ്റെവിടെയൊക്കെ കടന്നത്. അത് എവിടേക്കാണെന്ന് സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിരുന്നില്ല. പിന്നീട് അത് റഷ്യയിലേക്കാണ് എന്നത് സ്ഥിരീകരിച്ചു. അവർ ആ കുടുംബത്തോടൊപ്പം അദ്ദേഹം റഷ്യയിലുണ്ട്. എന്തായാലും സിറിയയിൽ ഇന്നലെ രാത്രി വീണ്ടും ഇസ്രായേലിന്റെ വ്യോമാക്രമണം നടന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. ഇസ്രായേൽ അതിന് പറയുന്നൊരു വിശദീകരണം, അവിടെ വിമതരുടെ കയ്യിലേക്ക് സിറിയൻ സേനയുടെ ആയുധശേഖരങ്ങളുണ്ട്.
സിറിയൻ സേനയുടെ ആയുധ ശേഖരങ്ങൾ വിമതരുടെ കയ്യിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അത് വലിയ അപകടമാണ്. അതുകൊണ്ടാണ് ഇത്തരം ഇസ്രായേൽ ഒരു വ്യോമാക്രമണം നടത്തിയത് എന്നുള്ള വിശദീകരണമാണ് നൽകുന്നത്. ഇതിൽ പ്രധാനപ്പെട്ട ഒരു വിഷയം, വിമതർക്ക് ഇസ്രായേൽ, അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങളുടെ പിന്തുണയുണ്ട് എന്ന തരത്തിലും ചില വാർത്തകളൊക്കെ നേരത്തെ ഉണ്ടായിരുന്നു. എന്നാൽ പരസ്യമായി ഏതെങ്കിലും തരത്തിൽ ഇവരെ ഈ സംഘടന HTSനെ ഭീകര സംഘടനയായിട്ടാണ് അമേരിക്ക അടക്കം പ്രഖ്യാപിച്ചിരിക്കുന്നത്. പക്ഷേ തുർക്കി അടക്കമുള്ള രാജ്യങ്ങൾ ഇവർക്ക് സഹായം നൽകുന്നുണ്ട്. അമേരിക്കയുമായി പിന്തുണയ്ക്കുന്ന രാജ്യങ്ങൾ ഇവർക്ക് സഹായം നൽകുന്നതുണ്ട്. അതുകൊണ്ട് തന്നെ ഇവരോട് എന്തായിരിക്കും നിലപാട്, ഇസ്രായേലിനും അമേരിക്കയ്ക്കും എന്തായിരിക്കും നിലപാട് എന്നത് സംബന്ധിച്ച് വ്യത്യസ്ത അഭിപ്രായങ്ങളാണ് ലോക രാജ്യങ്ങൾക്കിടയിൽ തന്നെയുള്ളത്. ഈ ഭരണകൂടം വീണതിനെതിരെ, അഷർ ഭരണകൂടം വീണതിനെ ഇവരെല്ലാം സ്വാഗതം ചെയ്യുമ്പോൾ തന്നെ HTSനെ ഏത് തരത്തിലേക്കാണ് കൈകാര്യം ചെയ്യാൻ പോകുന്നത് എന്നതിൻ്റെ ഒരു സന്ദേശം കൂടിയാണ് ഇപ്പോൾ സൈന്യത്തിൻ്റെ പക്കലുള്ള ആയുധ ശേഖരം വിമതരുടെ പക്കൽ എത്താതിരിക്കാൻ വേണ്ടി ഈ ആയുധ ശേഖരങ്ങളുള്ള സ്ഥലങ്ങളിലേക്കെല്ലാം ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്ന് ബോംബാക്രമണം ഉണ്ടായത്. എന്തായാലും ലോകത്തെ യൂറോപ്യൻ രാജ്യങ്ങളും അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങളെല്ലാം തന്നെ അവിടെ സിറിയയിൽ വിമതർ കീഴടക്കിയ ഭരണം അട്ടിമറിച്ചതിനെ സ്വാഭാവികമായും സ്വാഗതം ചെയ്യുന്ന നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത്. മറ്റു ചില രാജ്യങ്ങൾ, റഷ്യ അടക്കമുള്ള രാജ്യങ്ങളാണ് മറിച്ചുള്ള നിലപാട് സ്വീകരിച്ചിട്ടുള്ളത്. അപ്പോഴും റഷ്യ വിമതരുമായും ഞങ്ങൾ ബന്ധം സ്ഥാപിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അവരുമായി ഞങ്ങൾ ബന്ധപ്പെടുന്നുണ്ട് എന്നുള്ള നിലപാടാണ് ഇപ്പോൾ സ്വീകരിച്ചിട്ടുള്ളത്. എന്തായാലും അവിടെ ഒരു ഭരണ കൈമാറ്റത്തിനുള്ള ശ്രമമാവും ഇനി ലോകരാജ്യങ്ങളടക്കം ഇടപെട്ടുകൊണ്ട് ചെയ്യുക. ശരി, ആർ കിരൺ ബാബു ആണ് വിവരങ്ങൾ നൽകിയത്. സിറിയയിലെ അസദ് ഭരണകൂടത്തിന്റെ പതനത്തെ സ്വാഗതം ചെയ്ത പാശ്ചാത്യ രാജ്യങ്ങൾ ക്രൂരമായ രാഷ്ട്രം വീണു എന്ന് ഫ്രഞ്ച് പ്രസിഡന്റ് പ്രതികരിച്ചപ്പോൾ നല്ല വാർത്ത എന്നായിരുന്നു ജർമ്മൻ ചാൻസലറുടെ പ്രസ്താവന. സിറിയ എത്രയും വേഗം സ്ഥിരതയിലേക്ക് മടങ്ങുമെന്ന് പ്രതീക്ഷിക്കുന്നതായി ചൈനീസ് വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. സിറിയൻ തലസ്ഥാനമായ ഡമാസ്കസിന്റെ പൂർണ്ണ നിയന്ത്രണം ഏറ്റെടുത്ത വിമതർ ആഘോഷം തുടരുകയാണ്. അതിനിടെയാണ് പിന്തുണയുമായി പാശ്ചാത്യ രാജ്യത്തലവന്മാർ എത്തിയത്. അവസാനം ക്രൂരമായ രാഷ്ട്രീയം വീണു എന്ന് സമൂഹമാധ്യമങ്ങളിൽ കുറിച്ചു ഇമാനുവൽ മക്രോൺ. മിഡിൽ ഈസ്റ്റിലെ എല്ലാവരുടെയും സുരക്ഷയ്ക്കായി ഫ്രാൻസ് പ്രതിജ്ഞാബദ്ധമായിരിക്കുമെന്നും വ്യക്തമാക്കി. ബഷാർ അൽ അസദ് തന്റെ ജനങ്ങളെ ക്രൂരമായി മർദ്ദിച്ചു. നിരവധി ആളുകളെ പലായനം ചെയ്യാൻ പ്രേരിപ്പിച്ചു. അവരിൽ പലരും ജർമ്മനിയിൽ എത്തിയിട്ടുണ്ട്. അതായിരുന്നു അസദിന്റെ പതനത്തെ നല്ല വാർത്ത എന്ന് വിളിച്ച ജർമ്മൻ ചാൻസലർ ഒലാഫ് ഷോൾസിന്റെ പ്രതികരണം. UK ഉപപ്രധാനമന്ത്രി ഏഞ്ചല റെയ്നറും അസദിന്റെ പതനത്തെ സ്വാഗതം ചെയ്തു. ദശലക്ഷക്കണക്കിന് സിറിയൻ അഭയാർത്ഥികൾക്ക് ഇപ്പോൾ നാട്ടിലേക്ക് മടങ്ങാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നതായി തുർക്കി വിദേശകാര്യമന്ത്രി ഹക്കൻ ഫിദാൻ വ്യക്തമാക്കി. സിറിയയിലെ അരാജകത്വം തടയാൻ അവരുമായി ആശയവിനിമയം നടത്തുന്നുണ്ടെന്ന് സൗദി അറേബ്യ അറിയിച്ചു. ജോർദാനിലെ അബ്ദുള്ള രാജാവ് കൂടുതൽ സംഘർഷം ഒഴിവാക്കണമെന്ന് ആഹ്വാനം ചെയ്തിട്ടുണ്ട്. മുൻകരുതൽ എന്ന നിലയിൽ സിറിയയുമായുള്ള അതിർത്തി അടച്ചിരിക്കുകയാണ്. ഇറാനും ഹിസ്ബുള്ളയ്ക്കുമെതിരെ ഇസ്രയേലിന്റെ നേരിട്ടുള്ള പ്രഹരമാണ് അസദിന്റെ പതനത്തിന് കാരണമെന്ന് ബെന്യാമിൻ നെതന്യാഹു അവകാശപ്പെട്ടു. സിറിയയുമായി സൗഹൃദബന്ധം തുടരാമെന്ന് പ്രതീക്ഷിക്കുന്നതായി ഇറാൻ വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കിയെങ്കിലും വിമതർ അത് ചെവിക്കൊണ്ടമട്ടില്ല. ഡമാസ്കസിലെ ഇറാനിയൻ എംബസി ആക്രമിക്കപ്പെട്ടു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി ചർച്ചകൾക്കായി ഇന്ന് ബംഗ്ലാദേശിലെത്തും. അതേസമയം ബംഗ്ലാദേശിലെ ഇടക്കാല സർക്കാരിന്റെ മുഖ്യ ഉപദേഷ്ടാവ് മുഹമ്മദ് യൂനസിന്റെ നൊബേൽ സമ്മാനം തിരിച്ചെടുക്കണമെന്ന ആവശ്യവുമായി BJP നേതാക്കൾ രംഗത്തെത്തി. ഹിന്ദു സമൂഹത്തിനെതിരായ വിവേചനരഹിതമായ ആക്രമണം നടക്കുന്നു എന്നാരോപിച്ചാണ് നീക്കം. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം വഷളായ സാഹചര്യത്തിലാണ് വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രിയുടെ ബംഗ്ലാദേശ് സന്ദർശനം. പരസ്പരം യോജിച്ച് പ്രവർത്തിക്കാനുള്ള നീക്കം സന്ദർശനത്തിന് ശേഷം ഉണ്ടാകുമെന്നാണ് വിലയിരുത്തൽ. പ്രതിസന്ധി മറികടക്കാനും പരസ്പരം ആശയവിനിമയം സാധ്യമാക്കാനും സന്ദർശനം സഹായിക്കുമെന്ന് ബംഗ്ലാദേശിന്റെ വിദേശകാര്യ ഉപദേഷ്ടാവ് മുഹമ്മദ് തൗഹീദ് ഹുസൈൻ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു. ഹിന്ദുക്കൾക്കും മറ്റ് ന്യൂനപക്ഷങ്ങൾക്കുമെതിരായ ആക്രമണങ്ങൾ റിപ്പോർട്ട് ചെയ്തതിനെ തുടർന്ന് അവരുടെ സുരക്ഷ ഉറപ്പാക്കണമെന്ന് ഇന്ത്യ ആവശ്യപ്പെട്ടിരുന്നു. ചർച്ചകളിലൂടെ ന്യൂനപക്ഷങ്ങളുടെ പ്രശ്നങ്ങൾക്ക് ഒരളവ് വരെ പരിഹാരമുണ്ടാകുമെന്നാണ് പ്രതീക്ഷ. അതേസമയം ബംഗ്ലാദേശിലെ ഇടക്കാല സർക്കാരിന്റെ നേതാവും നൊബേൽ സമ്മാന ജേതാവുമായ മുഹമ്മദ് യൂനസിന്റെ പശ്ചാത്തലം പുനഃപരിശോധിക്കണമെന്ന് BJP MP ജ്യോതിർമയ് സിംഗ് മഹത്തോ ആവശ്യപ്പെട്ടു. നോർവീജിയൻ നൊബേൽ കമ്മിറ്റിക്ക് അയച്ച കത്തിൽ മനുഷ്യാവകാശ ലംഘനങ്ങളിൽ പങ്കാളിയാണ് എന്ന് ആരോപിക്കപ്പെടുന്ന വ്യക്തിക്ക് നൊബേൽ സമ്മാനം നൽകുന്നതിലെ വൈരുദ്ധ്യം എടുത്തു പറയുന്നു. ബംഗ്ലാദേശിലെ ന്യൂനപക്ഷങ്ങൾ, പ്രത്യേകിച്ച് ഹിന്ദുക്കൾ, പീഡനങ്ങളും അതിക്രമങ്ങളും അനുഭവിച്ചിട്ടുണ്ടെന്ന് BJP നേതാവ് ആരോപിച്ചു.
ബംഗ്ലാദേശിലെ ഇടക്കാല ഗവൺമെന്റിന്റെ ഈ പ്രവർത്തികൾക്ക് മൗന പിന്തുണ നൽകുകയും കുറ്റവാളികളെ ശിക്ഷിക്കാതെ പ്രവർത്തിക്കാൻ അനുവദിക്കുകയും ചെയ്തു എന്നാണ് കുറ്റപ്പെടുത്തൽ. നേരത്തെ ഒരു സാമൂഹിക പരിഷ്കർത്താവായി വാഴ്ത്തപ്പെട്ട മുഹമ്മദ് യൂനസ് ഇപ്പോൾ ബംഗ്ലാദേശിലെ ഹിന്ദുക്കളുടെ കശാപ്പുകാരനായി മാറിയെന്നും ജ്യോതിർമയ് മഹത്തോ പറഞ്ഞു. പശ്ചിമ ബംഗാളിലെ വിശ്വഭാരതി സർവകലാശാലയുടെ ബംഗ്ലാദേശ് ഭവനിൽ നടന്ന ദ്വിദിന ബംഗാളി സാഹിത്യോത്സവത്തിൽ ഈ വർഷം ബംഗ്ലാദേശിൽ നിന്ന് ആരും പങ്കെടുത്തില്ല. രാഷ്ട്രീയ സംഘർഷങ്ങൾക്കിടയിൽ ബംഗ്ലാദേശിൽ നിന്നുള്ള നിരവധി കവികൾക്കും എഴുത്തുകാർക്കും വിസ നിരസിച്ചതായാണ് വിവരം. ന്യൂസ് ഡെസ്ക് ന്യൂസ് 18. ആർ കിരൺ ബാബു ചേരുന്നു വിവരങ്ങളുമായി. കിരൺ, ഈ വിക്രം മിശ്രയുടെ സന്ദർശനം അത് ബംഗ്ലാദേശിലെ ന്യൂനപക്ഷങ്ങളുടെ സുരക്ഷയ്ക്ക് വേണ്ട കരുതലാകുമോ എന്നുള്ള കാര്യമാണ് രാജ്യം ഉറ്റുനോക്കുന്നത്. ഒപ്പം ഷെയ്ഖ് ഹസീനയെ വിട്ടുകൊടുക്കണമെന്ന് ബംഗ്ലാദേശിന്റെ ആവശ്യത്തിൽ ഇന്ത്യൻ നിലപാടും ശ്രദ്ധേയമാണല്ലോ. അശ്വതി, ഇന്ത്യ സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള ഔദ്യോഗികമായ ആദ്യ ഇടപെടൽ ആണ് എന്ന് വേണം കരുതാൻ. ബംഗ്ലാദേശിൽ ഇടക്കാല സർക്കാർ ഓഗസ്റ്റ് 8-ന് ഇടക്കാല സർക്കാർ മുഹമ്മദ് യൂനുസിന്റെ നേതൃത്വത്തിൽ അധികാരത്തിലെത്തിയ ശേഷം ഇന്ത്യയിൽ നിന്ന് ഏതെങ്കിലും ഉദ്യോഗസ്ഥരോ അല്ലെങ്കിൽ ഇന്ത്യയിൽ നിന്ന് ഭരണാധികാരികളോ ആരെങ്കിലും ബംഗ്ലാദേശ് സന്ദർശിച്ചിട്ടില്ല. ബംഗ്ലാദേശ് എപ്പോഴും ഇന്ത്യ എല്ലാ കാലത്തും ഇന്ത്യയുമായി ഏറ്റവും കൂടുതൽ അടുപ്പം സൂക്ഷിച്ചിരുന്ന അല്ലെങ്കിൽ ഇന്ത്യയുടെ ഏറ്റവും ഉറ്റ സുഹൃത്തായിരുന്നു. ബംഗ്ലാദേശിന്റെ രൂപീകരണ കാലം മുതൽ ഇന്ത്യൻ സൈനികർ 30,000-ഓളം ഇന്ത്യൻ സൈനികർ പോയാണ് പാകിസ്ഥാനിൽ നിന്നും ബംഗ്ലാദേശിനെ മോചിപ്പിച്ച് ബംഗ്ലാദേശിനെ ഒരു സ്വതന്ത്ര രാഷ്ട്രമാക്കുന്നത്. ആ കാലം മുതൽ ഇന്ത്യയുമായി ചേർന്ന് നിൽക്കുന്ന ഒരു രാജ്യമാണ് ബംഗ്ലാദേശ്. പക്ഷേ ബംഗ്ലാദേശിലെ ഇടക്കാല സർക്കാർ രൂപം കെട്ട കാലം മുതൽ ഇന്ത്യയുമായി അത്ര നല്ല ബന്ധത്തിലല്ല ഉള്ളത്. അവിടെ ഇപ്പോൾ ഹിന്ദു ന്യൂനപക്ഷങ്ങൾക്ക് നേരെ, മത ന്യൂനപക്ഷങ്ങൾക്ക് നേരെയാണ് ആക്രമണം. പ്രധാനമായും ഇസ്കോൺ ഗ്രൂപ്പിന്റെ പ്രവർത്തകർക്ക് നേരെയാണ് ആക്രമണം നടന്നുകൊണ്ടിരിക്കുന്നത്. ഇസ്കോൺ ഗ്രൂപ്പിന്റെ തലവൻ ചിന്മയ് കൃഷ്ണദാസിനെ അടക്കം അവിടെ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ അഭിഭാഷകനെ അടക്കം അതിക്രൂരമായിട്ടാണ് മർദ്ദിച്ച് അദ്ദേഹം ഇപ്പോഴും ICUവിൽ ജീവനോട് മല്ലടിച്ചുകൊണ്ട് കഴിയുകയാണ്. ഇതിനെതിരെ ബംഗാളിലടക്കം വിവിധ ഭാഗങ്ങളിൽ അതിശക്തമായ പ്രതിഷേധം ഉയരുന്നുണ്ട്. ഈ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇന്ത്യൻ വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി ധാക്കയിലേക്ക് പോകുന്നത്. ഇന്ന് അദ്ദേഹം ധാക്കയിൽ എത്തിയ ശേഷം ഇന്ന് 12 മണിക്കൂർ, ഇന്ന് പകൽ മുഴുവൻ അദ്ദേഹം ധാക്കയിൽ ഉണ്ടാകും. അദ്ദേഹം ധാക്കയിൽ എത്തിയ ശേഷം അവിടുത്തെ വിദേശകാര്യ സെക്രട്ടറി ജഷീം ഉദ്ദീനുമായിട്ടാണ് ആദ്യ ചർച്ച നടത്തുന്നത്. അതിനുശേഷം അവിടുത്തെ താൽക്കാലിക മന്ത്രിസഭയിൽ വിദേശകാര്യ വകുപ്പിന്റെ താൽക്കാലിക ചുമതലയുള്ള തൗഹീദ് ഹുസൈനുണ്ട്. അദ്ദേഹവുമായും ചർച്ച നടത്തുന്നുണ്ട്. അതിനൊപ്പം തന്നെ ചിലപ്പോൾ ബംഗ്ലാദേശ് പ്രസിഡന്റ് മുഹമ്മദ് യൂനുസുമായും ചർച്ച നടത്താനുള്ള സാധ്യതയുണ്ട്. പക്ഷേ അത് ഇതുവരെയും സ്ഥിരീകരിച്ചിട്ടില്ല. എന്തായാലും ഇന്ത്യ ഔദ്യോഗികമായി തന്നെ ഇന്ത്യയുടെ നിലപാട് ബംഗ്ലാദേശിന്റെ ഭരണകൂടത്തെ അറിയിക്കുക എന്നുള്ള ഒരു പ്രധാനപ്പെട്ട നീക്കം കൂടിയാണ്. സ്വാഭാവികമായും അത്തരമൊരു നീക്കം ഉണ്ടാകുമ്പോൾ ബംഗ്ലാദേശ് സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ശക്തമായ ഇടപെടൽ അവിടുത്തെ ഹിന്ദു ന്യൂനപക്ഷങ്ങൾക്ക് നേരെ നടക്കുന്ന ആക്രമണത്തിൽ അല്ലെങ്കിൽ അവിടുത്തെ ഇസ്കോണിന് നേരെ നടക്കുന്ന ആക്രമണത്തിൽ ഉണ്ടാവും എന്നാണ് ഇന്ത്യ പ്രതീക്ഷിക്കുന്നത്. അത്തരത്തിലാണ് ഈ പുതിയ താൽക്കാലിക മന്ത്രിസഭ വന്ന ശേഷമുള്ള ഇന്ത്യയുടെ ആദ്യ ഔദ്യോഗികമായ ഒരു കൂടിക്കാഴ്ച അല്ലെങ്കിൽ ഔദ്യോഗികമായ ഒരു ഇടപെടൽ എന്നുകൂടി ഇതിനെ കാണാം. ശരി കിരൺ. പൊതുജനങ്ങളുടെ പരാതി പരിഹാരത്തിന് മന്ത്രിമാരുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന താലൂക്ക് തല അദാലത്തുകൾക്ക് ഇന്ന് തുടക്കമാകും. സംസ്ഥാനത്തെ എല്ലാ താലൂക്കുകളിലും മന്ത്രിമാർ നേരിട്ടെത്തി ജനങ്ങളുടെ പരാതികൾ സ്വീകരിക്കുകയും പരിഹരിക്കാൻ കഴിയുന്ന പരാതികൾ തത്സമയം തീർപ്പാക്കുകയുമാണ് താലൂക്ക് അദാലത്ത് കൊണ്ട് ലക്ഷ്യം വെക്കുന്നത്. സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും. അടുത്ത മാസം 13 വരെയാണ് അദാലത്ത്. സംസ്ഥാനത്തെ മുഴുവൻ തദ്ദേശ സ്ഥാപന ഭരണസമിതികളെയും ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അഭിസംബോധന ചെയ്യും. ഇതിനായി തദ്ദേശ സ്ഥാപനങ്ങൾ പ്രത്യേക യോഗങ്ങൾ ചേരും. പാലിയേറ്റീവ് കെയർ പ്രവർത്തനങ്ങളുടെ ഏകോപനം, മാലിന്യമുക്ത കേരളം, ദാരിദ്ര്യ നിർമ്മാർജ്ജനം എന്നിവയുടെ പ്രവർത്തനങ്ങൾ ഊർജ്ജപ്പെടുത്തും എന്നതാണ് ലക്ഷ്യം. മാർച്ച് 30-ഓടെ സമ്പൂർണ്ണ ശുചിത്വ സംസ്ഥാനം എന്ന പ്രഖ്യാപനം നടത്താനാണ് ആലോചന. പ്രാദേശിക വിഭാഗീയത ഉണ്ടാക്കുന്ന വെല്ലുവിളികൾക്കിടെ CPM ജില്ലാ സമ്മേളനങ്ങൾക്ക് നാളെ തുടക്കം. സംസ്ഥാന സമ്മേളനം നടക്കുന്ന കൊല്ലത്താണ് ആദ്യ ജില്ലാ സമ്മേളനം. ഫെബ്രുവരി 9 മുതൽ 11 വരെ തൃശൂരിൽ നടക്കുന്ന സമ്മേളനത്തോടെ ജില്ലാ സമ്മേളനങ്ങൾ പൂർത്തിയാകും. മാർച്ച് ആദ്യം സംസ്ഥാന സമ്മേളനവും ഏപ്രിൽ മധുരയിൽ പാർട്ടി കോൺഗ്രസും നടക്കും. CPIM സിന്ദാബാദ്, CPIM സിന്ദാബാദ്, രക്തസാക്ഷികൾ സിന്ദാബാദ്, രക്തസാക്ഷികൾ സിന്ദാബാദ്, രക്തസാക്ഷികൾ അമരന്മാർ, രക്തസാക്ഷികൾ അമരന്മാർ, അമരന്മാർ അവർ അനശ്വരന്മാർ, അമരന്മാർ അവർ അനശ്വരന്മാർ. വിഭാഗീയതയുടെ കാലം കഴിഞ്ഞെന്ന് വീമ്പ് മുഴക്കുന്ന നേതൃത്വത്തിന്റെ മുഖത്തേറ്റ അടിയായിരുന്നു ബ്രാഞ്ച് മുതൽ ഏരിയ സമ്മേളനങ്ങൾ വരെ നീണ്ട കടുത്ത വിഭാഗീയ നീക്കങ്ങൾ. മുൻകാലത്തെ പോലെ സംഘടിത രൂപവും സംസ്ഥാന തലത്തിൽ ഏകോപനവുമില്ലെങ്കിലും ചെറുതല്ലാത്ത തലവേദനയാണ് പ്രാദേശിക വിഭാഗീയത CPMൽ ഉണ്ടാക്കിയിട്ടുള്ളത്. ആശയവൈരുദ്ധ്യങ്ങൾക്കപ്പുറം പദവികൾക്ക് വേണ്ടിയും വ്യക്തി താൽപര്യങ്ങളുടെ പേരിലുമാണ് പലയിടത്തുമുള്ള പ്രശ്നങ്ങൾ.
തമ്മിൽ തല്ല് തെരുവിലേക്ക് നീണ്ട കൊല്ലത്തെ കരുനാഗപ്പള്ളി ഏരിയ കമ്മിറ്റി പിരിച്ചുവിടേണ്ടി വന്നു. തിരുവനന്തപുരം മംഗലപുരത്ത് സമ്മേളന ഹാളിൽ നിന്നിറങ്ങി വന്ന മുൻ ഏരിയ സെക്രട്ടറി ചെന്നു നിന്നത് BJP ആസ്ഥാനമായ മാരാർജി ഭവനിൽ. പാലക്കാട് കൊഴിഞ്ഞാമ്പാറയിൽ സമാന്തര കമ്മിറ്റി തന്നെ പ്രവർത്തിക്കുന്നു. ആലപ്പുഴയിൽ ജില്ലാ പഞ്ചായത്ത് അംഗമാണ് BJP പാളയത്തിലേക്ക് ചേക്കേറിയത്. ജില്ലകളിൽ വെല്ലുവിളികളെ മറികടക്കാനുള്ള ശ്രമങ്ങൾ നേതൃത്വം നടത്തുന്നുണ്ടെങ്കിലും ഒട്ടും ആശാവഹമല്ല കാര്യങ്ങൾ. ഏരിയ സമ്മേളനം വരെ ഉണ്ടായ വിഭാഗീയ നീക്കങ്ങൾ ജില്ലാ സമ്മേളനത്തിലേക്ക് വ്യാപിച്ചാൽ അത് പാർട്ടിക്ക് നാണക്കേടാകും. സർക്കാരിനും സർക്കാരിൻ്റെ നയങ്ങൾക്കുമെതിരെ വലിയ വിമർശനങ്ങൾ സമ്മേളനങ്ങളിൽ ഉയർന്നിരുന്നു. ജില്ലാ സമ്മേളനത്തിലും അതിന് കുറവുണ്ടാകില്ല. തദ്ദേശ തെരഞ്ഞെടുപ്പിനും തുടർന്നുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കും അണികളെ സജ്ജമാക്കുക കൂടിയാണ് CPM സമ്മേളനത്തിലൂടെ ലക്ഷ്യമിടുന്നത്. തുടർഭരണത്തിൽ തുടർച്ച സ്വപ്നം കാണുന്ന പാർട്ടിക്കും മുന്നണിക്കും കരുത്ത് പകരുന്ന നേതൃത്വത്തെ തെരഞ്ഞെടുക്കുക എന്ന വലിയ വെല്ലുവിളിയാണ് CPMന് മുന്നിലുള്ളത്. ചില ജില്ലകളിലെങ്കിലും പുതിയ സെക്രട്ടറിമാർ വരും. സംസ്ഥാന സെക്രട്ടറി സ്ഥാനത്ത് MV ഗോവിന്ദൻ തുടരും. സീതാറാം യെച്ചൂരിയുടെ പകരക്കാരനായി പുതിയ ജനറൽ സെക്രട്ടറിയെ പാർട്ടി കോൺഗ്രസ് തെരഞ്ഞെടുക്കും. ന്യൂസ് 18 തിരുവനന്തപുരം. BJP കോർ കമ്മിറ്റി യോഗം ഇന്ന് കൊച്ചിയിൽ. ഉപതെരഞ്ഞെടുപ്പ് ഫലവും തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ തയ്യാറെടുപ്പുകളും യോഗം ചർച്ച ചെയ്യും. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ BJPക്ക് നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞില്ലെന്നും ഇതിൽ സംസ്ഥാന നേതൃത്വത്തിന്റെ അടക്കം വീഴ്ച ഉണ്ടായെന്നുമുള്ള ആരോപണം പാർട്ടിക്കകത്ത് ശക്തമാണ്. ഡാനി പോളാണ് വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്നും ചേരുന്നത്. ഡാനി, വെരി ഗുഡ് മോർണിംഗ്. ആരൊക്കെയാണ് യോഗത്തിൽ പങ്കെടുക്കുക? എപ്പോഴാണ് യോഗം ചേരുക? അശ്വതി, ഗുഡ് മോർണിംഗ്. ഇതിൽ കഴിഞ്ഞ തവണ ചേർന്ന കോർ കമ്മിറ്റി അത് സംബന്ധിച്ച വലിയ രീതിയിലുള്ള ചർച്ചകൾ നടന്നു. പ്രത്യേകിച്ച് അന്ന് ഈ സംസ്ഥാനത്ത് നടന്ന ഉപതെരഞ്ഞെടുപ്പ് ഫലം, അതുമായി ബന്ധപ്പെട്ട് നടന്ന കാര്യങ്ങൾ, വിമർശനങ്ങൾ, പ്രത്യേകിച്ച് പാലക്കാടുണ്ടായ ആ കാര്യങ്ങൾ, ഇതെല്ലാം തന്നെയും വലിയ രീതിയിലുള്ളൊരു വിമർശനങ്ങൾക്ക് വിധേയമാക്കുന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ വന്നിരുന്നു. പക്ഷേ അത് സംസ്ഥാന പ്രസിഡന്റ് തന്നെ നേരിട്ടെത്തി അത് വിശദീകരിക്കുകയും ഇതുമായി ബന്ധപ്പെട്ട ഒരു ചർച്ചയും അന്ന് നടന്നിട്ടില്ല എന്ന് പറയുകയും മാധ്യമങ്ങൾക്ക് നേരെ അധികം ശകാരവർഷം ചൊരിയുകയും എല്ലാം തന്നെ ഉണ്ടായിരുന്നു. ഇത് ഇപ്പോൾ നടക്കുന്ന ചർച്ചകളെക്കുറിച്ചല്ല നിങ്ങൾ പറയുന്നത് എന്നെല്ലാം വിശദീകരിച്ചു. അതിനുശേഷമാണ് അദ്ദേഹം പിന്നീട് അതായത് ഇന്ന് ഇതുമായി ബന്ധപ്പെട്ട് മാത്രമുള്ള ഒരു ചർച്ച നടക്കുന്നു എന്ന് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ എന്തായാലും ഇന്ന് ഉപതെരഞ്ഞെടുപ്പ് ഫലം സംബന്ധിയായ കാര്യങ്ങൾ, ഉയർന്ന പൊതുവിമർശനങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ ഇന്ന് ചർച്ചയിലേക്ക് വരുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പ്രത്യേകിച്ച് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് ഫലം, അതോടൊപ്പം തന്നെ വരാനിരിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പ്, ഒപ്പം BJP സംഘടനാപരമായ തെരഞ്ഞെടുപ്പുകളിലേക്ക് അടക്കം കടക്കുകയാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ തന്നെയാണ് പ്രധാനമായും തന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചർച്ചകളിലേക്ക് വരുന്നത്. കേരളത്തിൻ്റെ ചുമതല വഹിക്കുന്ന അവിടേക്ക് അടക്കം ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ അധ്യക്ഷതയിൽ തന്നെയാണ് യോഗം ചേരുന്നത്. കഴിഞ്ഞ 2 ദിവസമായി അദ്ദേഹം ഇവിടെ തുടരുകയും ഒപ്പം തന്നെ പലരുമായുള്ള ചർച്ചകളും എല്ലാം തന്നെ മുന്നോട്ട് പോവുകയും എല്ലാം തന്നെ ചെയ്യുന്നുണ്ട്. ഇന്ന് രാവിലെ 9 മണിയോടുകൂടി യോഗം ആരംഭിക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. വൈകിട്ട് സമാപിക്കും. വൈകിട്ട് ഇതുമായി ബന്ധപ്പെട്ട് വാർത്താ സമ്മേളനങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടാകുമെന്ന് പറയുന്നു. എന്തായാലും പ്രധാനമായും ചർച്ച ചെയ്യുന്നത് ഉപതെരഞ്ഞെടുപ്പ് ഫലവും അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളും തന്നെയാണ്. നമുക്കറിയാം, പാലക്കാട് വിഷയത്തിൽ അവിടെ സ്ഥാനാർത്ഥിയെ ചൊല്ലി തന്നെ വലിയ രീതിയിലുള്ള തർക്കങ്ങൾ ഉണ്ടായിരുന്നു. കഴിഞ്ഞ തവണത്തെ യോഗത്തിൽ സ്ഥാനാർത്ഥിത്തിനൊപ്പം ഇരുത്തിക്കൊണ്ടായിരുന്നു കെ സുരേന്ദ്രൻ വിശദീകരിച്ചത്. ഇവിടെ യാതൊരു തർക്കവുമില്ല, നിങ്ങൾ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളെന്ന് മാധ്യമങ്ങളോട് പറയുകയും ചെയ്തിരുന്നു. എന്നാൽ ഇക്കുറി അതിനകത്ത് ഏത് രീതിയിലുള്ളൊരു ചർച്ചകളാണ് നടക്കുന്നത് എന്നതടക്കമുള്ള കാര്യങ്ങൾ അറിയേണ്ടതുണ്ട്. കഴിഞ്ഞ തവണ മുതിർന്ന നേതാക്കളടക്കം ഇതിൽ പങ്കെടുക്കാതിരുന്നൊരു സാഹചര്യമുണ്ട്. എന്തായാലും ഇക്കുറി അങ്ങനെ മുഴുവൻ പേരുടെയും ഒരു സാന്നിധ്യത്തിലാണോ ചർച്ചകൾ നടക്കുന്നത് എന്ന കാര്യം കൂടി അറിയേണ്ടതുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പിനേക്കാളും അധികം BJP ഇപ്പോൾ ഈ വരുന്ന ഈ യോഗത്തിൽ പ്രധാനമായും ചർച്ച ചെയ്യുന്നത് സംഘടനാ തെരഞ്ഞെടുപ്പ് തന്നെയാണ്. പ്രത്യേകിച്ച് പ്രസിഡന്റിനെതിരെ തന്നെ, കെ സുരേന്ദ്രനെതിരെ തന്നെ മാറ്റണം എന്നുള്ള അടക്കമുള്ള ചർച്ചകൾ നടക്കുന്നതായി പറയുന്നു. അപ്പോൾ ഈ ചർച്ചകളുടെ വിശദാംശങ്ങൾ, ഇത് ഇനി മുന്നോട്ട് പോകുന്ന പോക്കിൽ എന്താണ് BJP, ആരാണ് BJPയുടെ പുതിയ അധ്യക്ഷതയിലേക്ക് വരുന്നത്, അതോ നിലവിലുള്ള സംസ്ഥാന അധ്യക്ഷൻ തന്നെ തുടരുമോ എന്നതടക്കമുള്ള കാര്യങ്ങൾ എന്തായാലും ഈ യോഗത്തിലടക്കം ചർച്ചയാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. രാവിലെ 9 മണിക്ക് യോഗം ആരംഭിക്കുകയും ചെയ്യും. ഡാനി, മറ്റൊന്ന്, യാക്കോബായ സഭാ പരമാധ്യക്ഷൻ ഇഗ്നാത്തിയോസ് അഫ്രേം ദ്വിതീയൻ പാത്രിയാർക്കീസ് ബാവ ഇന്ന് വിശ്വാസ സമൂഹത്തെ അഭിസംബോധന ചെയ്യുന്നുണ്ടല്ലോ. അദ്ദേഹം എന്തൊക്കെ കാര്യങ്ങളാകും പങ്കുവയ്ക്കുക?
അശ്വതി, ഇന്ന് പുത്തൻകുരിശിൽ അദ്ദേഹം വിശ്വാസ സമൂഹത്തെ അഭിസംബോധന ചെയ്യുന്നത് അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ചടങ്ങ് എന്ന് പറയുന്നത് കാലം ചെയ്ത ബസേലിയസ് തോമസ് പ്രഥമൻ ഭാവയുടെ 40ാം ഓർമ്മ ദിനമാണെന്ന്. അതുമായി ബന്ധപ്പെട്ടാണ് അദ്ദേഹം കൊച്ചിയിലേക്ക് എത്തിയിരിക്കുന്നത്. 10 ദിവസത്തെ സന്ദർശനമായിരുന്നു അദ്ദേഹം ഉദ്ദേശിച്ചിരുന്നത്. അത് സിറിയയിലെ ആഭ്യന്തര വിഷയങ്ങൾ മൂലം അത് വെട്ടിച്ചുരുക്കി നാളെ അദ്ദേഹം മടങ്ങുകയാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസമാണിന്ന്. അത് കാരണം ഈ നേരത്തെ പറഞ്ഞിരിക്കുന്ന പരിപാടിയിൽ ഏറ്റവും സുപ്രധാനമായ ഒരു പരിപാടി ഈ ദിവസത്തെയാണ്. അത് ഇന്ന് വിശ്വാസി സമൂഹത്തെ അദ്ദേഹം അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നു എന്നതടക്കമുള്ള കാര്യങ്ങളാണ്. അതിൽ ഓർമ്മദിനത്തിൻ്റെ പ്രാർത്ഥനാ ചടങ്ങുകളും കുർബാനയ്ക്കും ശേഷമാണ് അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് അദ്ദേഹം വിശ്വാസി സമൂഹത്തെ അഭിസംബോധന ചെയ്യുക. അതിലേറ്റവും പ്രധാനം പുതിയ കത്തോലിക്ക ഭാവിയായി ജോസഫ് മാർ ഗ്രിഗോറിയോസിനെ നേരത്തെ തന്നെയും അദ്ദേഹത്തെ ശുപാർശ ചെയ്തതും അദ്ദേഹമാണ് ഇനി സഭയെ നയിക്കേണ്ടതെന്നതടക്കമുള്ള ധാരണകളിലേക്കുമെല്ലാം തന്നെ എത്തിയതാണ്. പക്ഷേ ഇതുവരെ അതിൻ്റെ ഒരു ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടായിട്ടില്ല. ഇന്നലെ കുർബാന മധ്യ മലയക്കുരിശ് ദയറായിൽ നടന്ന കുർബാന, അതിനിടയിൽ വിശ്വാസികളോട് നടത്തിയ പ്രസംഗത്തിൽ അദ്ദേഹം അത് സൂചിപ്പിക്കുകയും ചെയ്തു. പുതിയ ഇടയൻ സഭയ്ക്കുണ്ടായിരിക്കുന്നു. അതിൽ ഔദ്യോഗിക പ്രഖ്യാപനങ്ങൾ വൈകാതെ ഉണ്ടാകുമെന്ന് അദ്ദേഹം പറഞ്ഞപ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കൂടുതൽ കാര്യങ്ങൾ ഒരുപക്ഷെ ഇന്നത്തെ അനുസ്മരണ സമ്മേളനത്തിൽ അദ്ദേഹം നടത്തിയേക്കും. ഒപ്പം എല്ലാവരും ഉറ്റുനോക്കുന്നത് രണ്ട് സഭകൾ തമ്മിലുള്ള നിരന്തരമായൊരു വൈര്യം നിലനിൽക്കുന്നൊരു കാലഘട്ടത്തിന് ഇപ്പുറത്തേക്ക് കാര്യങ്ങൾ വന്നിരിക്കുന്നു. ചില സമാധാന ചർച്ചകൾ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സഭകൾ ഒരുമിച്ച് പോകണം എന്നൊരു ആശയം, ചില ചർച്ചകൾ നടത്താമെന്ന് ഇരുഭാഗത്തു നിന്നും ആശയങ്ങൾ ഉയർന്നൊരു സമയം കൂടിയാണ്. ഇന്നലെ നടത്തിയ പ്രസംഗത്തിൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹം വിശദീകരിച്ചത് സഭ ഐക്യത്തോടെ ഒരുമപ്പെട്ട് മുന്നോട്ട് പോകണം, ഒരു ചർച്ചയോട് മുഖം തിരിക്കില്ല, സർക്കാർ നടത്തുന്ന ശ്രമങ്ങളെ സ്വാഗതം ചെയ്യുന്നു, ഏത് ചർച്ചകളിലേക്ക് നീങ്ങാനും സന്നദ്ധമാണ്, ഒരുക്കമാണ് എന്ന രീതിയിലുള്ള സൂചനകളാണ് അദ്ദേഹം നൽകിയത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എല്ലാവരും ഉറ്റുനോക്കുന്നത് അത്തരമൊരു ചർച്ചകളിലേക്ക് നീങ്ങുവാൻ യാക്കോബായ സഭയെ അദ്ദേഹം നിർദ്ദേശിക്കുമോ, എന്താണ് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹം വിശദീകരിക്കുന്നത്. ഈ രണ്ട് കാര്യങ്ങൾ തന്നെയാണ് എല്ലാവരും പാത്രിയാർക്കീസ് ബാവയുടെ പ്രസംഗത്തിൽ ഉറ്റുനോക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിശദമാക്കൽ അദ്ദേഹം പ്രസംഗത്തിൽ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷയോടെ കാണുന്നത്. നാളെ അദ്ദേഹം തിരിച്ച് മടങ്ങും ദമാസ്കസിലേക്ക്. സിറിയയിലെ ദമാസ്കസിലേക്ക് ഇപ്പോൾ പോകുമോ എന്ന കാര്യങ്ങൾ വ്യക്തമല്ല. അദ്ദേഹം ദുബായിക്ക് മടങ്ങും. തുടർന്ന് സാഹചര്യങ്ങൾ നിരീക്ഷിച്ച ശേഷമായിരിക്കും സിറിയയിലേക്ക് മടങ്ങുക എന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഇന്നലെ നടത്തിയ പ്രസംഗത്തിലും അദ്ദേഹം പറഞ്ഞു സിറിയയ്ക്കും ഈ പൂർവേഷ്യൻ രാജ്യങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കണം, അവിടെ ആഭ്യന്തര വിഷയങ്ങൾ വലിയ രീതിയിൽ തന്നെ പ്രശ്നങ്ങളിലേക്ക് വന്നിരിക്കുന്നു എന്നതാണ് അദ്ദേഹം പറഞ്ഞത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൂടുതൽ വിശദീകരണങ്ങളിലേക്ക് അദ്ദേഹം കടന്നില്ല. ഒരുപക്ഷെ തൻ്റെ തിരിച്ചുപോക്ക്, മടങ്ങിപ്പോക്ക് എന്നതിനെ സംബന്ധിച്ചുകൂടി അദ്ദേഹം ഈ വിശ്വാസികളെ അഭിസംബോധന ചെയ്യുമ്പോൾ കൂടുതൽ വ്യക്തമാക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അശ്വതി, എന്തായാലും ഡാനിയുടെ ശബ്ദം മാറിയിരിക്കുന്നു. ഡിസംബർ മാസമാണ്, ഇനി നമുക്ക് അങ്ങോട്ട് ആഘോഷങ്ങളുടെ കാലമാണ്. വേഗം മരുന്നൊക്കെ കഴിക്കൂ, സുഖമാകട്ടെ വേഗം. നമുക്ക് അടുത്ത വാർത്തയിലേക്ക് പോകാം. തിരുവനന്തപുരം പാലോട് യുവതി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ഭർത്താവും സുഹൃത്തും റിമാൻഡിൽ. ഭർത്താവ് അഭിജിത്ത്, സുഹൃത്ത് അജാസ് എന്നിവരാണ് റിമാൻഡിലായത്. ഇരുവരുടെയും മാനസിക ശാരീരിക പീഡനങ്ങളിൽ മനം നൊന്ത് ഇന്ദുജ ആത്മഹത്യ ചെയ്തു എന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. 2 ദിവസമായി തുടരുന്ന അന്വേഷണത്തിനൊടുവിലാണ് തിരുവനന്തപുരം പാലോട്ടെ നവവധുവിന്റെ മരണത്തിൽ ഭർത്താവ് അഭിജിത്ത്, സുഹൃത്ത് അജാസ് എന്നിവർ അറസ്റ്റിലായത്. അഭിജിത്തിനെതിരെ ഭർത്തൃപീഡനം, ആത്മഹത്യാ പ്രേരണ, ദേഹോദ്രവമേൽപ്പിക്കൽ എന്നീ വകുപ്പുകൾ ചുമത്തി. അജാസിനെതിരെ പട്ടികജാതി പീഡനം, ദേഹോദ്രവമേൽപ്പിക്കൽ, ആത്മഹത്യാ പ്രേരണ തുടങ്ങിയ വകുപ്പുകളും ചാർത്തി. ആത്മഹത്യയ്ക്ക് തൊട്ടുമുൻപ് ഇന്ദുജയ്ക്ക് ഫോൺ വിളി വന്നതായി അഭിജിത്തിന്റെ അമ്മൂമ്മ മൊഴി നൽകിയിരുന്നു. ഇത് അജാസിന്റേതാണെന്നും പോലീസ് കണ്ടെത്തി. ഇതിനു പിന്നാലെ മുകളിലത്തെ നിലയിലെ മുറിയിലേക്ക് പോയി ജനൽ കമ്പിയിൽ ഇന്ദുജ തൂങ്ങി മരിച്ചുവെന്നാണ് കരുതുന്നത്. അഭിജിത്തിന്റെയും അജാസിന്റെയും മാനസിക പീഡനമാണ് ആത്മഹത്യക്ക് കാരണമെന്നാണ് പോലീസ് കണ്ടെത്തൽ. ഇന്ദുജയ്ക്ക് മർദ്ദനമേറ്റതായും വ്യക്തമായിരുന്നു. ആത്മഹത്യക്ക് 2 ദിവസം മുൻപാണ് അജാസ് കാറിനുള്ളിൽ വെച്ച് ഇന്ദുജയെ മർദ്ദിച്ചത്. അഭിജിത്തിനെ ചോദ്യം ചെയ്തതിൽ നിന്നാണ് ഇക്കാര്യം വ്യക്തമായത്. അഭിജിത്ത് ഇന്ദുജയെ ഒഴിവാക്കാൻ ശ്രമിച്ചിരുന്നതായാണ് സൂചന. ഇരുവരുടെയും വിവാഹം രജിസ്റ്റർ ചെയ്തിരുന്നില്ല. അജാസുമായി ഇന്ദുജ നേരത്തെ സൗഹൃദത്തിലായിരുന്നു. ആത്മഹത്യയിൽ അന്വേഷണം ആവശ്യപ്പെട്ട് ഇന്ദുജയുടെ കുടുംബം നേരത്തെ പോലീസിൽ പരാതി നൽകിയിരുന്നു. ന്യൂസ് 18 തിരുവനന്തപുരം. വി വിനോദ് ചേരുന്ന വിശദാംശങ്ങളുമായി. വിനോദ്, ആദ്യം മുതലേ വലിയ ദുരൂഹത നിറഞ്ഞ ഒരു കേസാണ് ഇന്ദുജയുടെ മരണം. എന്താണ് പോലീസ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്?
അശ്വതി, രണ്ട് യുവാക്കളും റിമാൻഡിലായിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം രാത്രിയാണ് മജിസ്ട്രേറ്റിന്റെ വസതിയിലേക്ക് ഇവരെ കൊണ്ടുപോയത്. അതിനുശേഷം റിമാൻഡ് ചെയ്യുകയായിരുന്നു. ഈ പെൺകുട്ടിയുടെ മരണത്തിൽ രണ്ടുപേർക്കും പങ്കുണ്ട് എന്ന് തന്നെയാണ് പോലീസ് അന്വേഷണത്തിലെ കണ്ടെത്തൽ. അജാസുമായി നേരത്തെ സൗഹൃദത്തിലായിരുന്നു ഇന്ദുജ. അതിനുശേഷം വിവാഹിതയാവുകയായിരുന്നു. ഈ വിവാഹത്തിന് നിർബന്ധിച്ചത് തന്നെ അജാസായിരുന്നു. അജാസിന്റെ നിർബന്ധത്തിന് വഴങ്ങി അങ്ങനെ ഒരു വിവാഹത്തിന് തയ്യാറാവുകയായിരുന്നു. പിന്നീട് ഈ രണ്ട് യുവാക്കളും ചേർന്ന് ഇന്ദുജയെ മാനസികമായി ഉപദ്രവിച്ചു. പല തവണകളായി ഈ മാനസികമായ പീഡനമുണ്ടായിരുന്നു. ഏറ്റവും ഒടുവിൽ ശാരീരികമായി തന്നെ ഉപദ്രവിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങളെത്തി. അഭിജിത്തും അജാസും ഇന്ദുജയും ഒരു കാറിൽ യാത്ര ചെയ്യുന്നതിനിടെയാണ് ഭർത്താവിൻ്റെ മുന്നിൽ വെച്ച് അജാസ് മർദ്ദിക്കുന്നതും. ഈ മരണം സംഭവിക്കുന്നതിന് 2 ദിവസം മുൻപായിരുന്നു ഈ മർദ്ദനം. ഇൻക്വസ്റ്റ് റിപ്പോർട്ടിൽ തന്നെ മുറിപ്പാടുകളെക്കുറിച്ചുള്ള വിശദീകരണമുണ്ടായിരുന്നു. അതിനുശേഷം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലും ഇക്കാര്യങ്ങൾ വ്യക്തമായി. പ്രാഥമികമായ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പരിശോധിക്കുമ്പോഴും ആ തരത്തിൽ തന്നെയാണ് മുറിപ്പാടുകൾ. ബന്ധുക്കൾ ആദ്യം മുതൽ തന്നെ പറഞ്ഞിരുന്നത് ഈ മുറിപ്പാടുകൾ പെൺകുട്ടിയെ യുവാക്കൾ മർദ്ദിച്ചതാകാം. ഭർത്താവിൻ്റെ പേരാണ് അവർ പറയുന്നത്. ഭർത്താവ് മർദ്ദിച്ചത് തന്നെയാണ് എന്ന കാര്യം പറഞ്ഞിരുന്നു. മാത്രമല്ല ഇത് കൊലപാതകമാണ് എന്ന ആരോപണം കുടുംബം ഉന്നയിക്കുകയും ഇതിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസിൽ പരാതി നൽകുകയും ചെയ്തിരുന്നു. മരണം ആത്മഹത്യ എന്ന ഒരു നിഗമനത്തിലാണ് പോലീസ് ഉള്ളത്. കാരണം തുടരെ 2 യുവാക്കളുടെ ഭാഗത്തു നിന്നും മാനസികമായ പീഡനവും ശാരീരിക അതിക്രമവും ഉണ്ടായപ്പോൾ പെൺകുട്ടി ആത്മഹത്യ ചെയ്തു. അങ്ങനെ തന്നെയാണ് മനസ്സിലാക്കുന്നത്. മാത്രമല്ല ആത്മഹത്യയ്ക്ക് തൊട്ട് മുൻപ് അജാസിന്റെ ഫോൺ പെൺകുട്ടിക്ക് വരികയും ചെയ്തിരുന്നു. ഇരുവരും തമ്മിൽ സംസാരിച്ച ശേഷമാണ് 2ാം നിലയിലേക്ക് പോയത്. ഭർത്താവിൻ്റെ വീട്ടിലെ 2ാം നിലയിലേക്കായിരുന്നു പെൺകുട്ടി കയറിപ്പോയത്. ഈ സമയത്ത് ഭർത്താവിൻ്റെ അമ്മൂമ്മ മാത്രമാണ് ഉണ്ടായിരുന്നത്. ഈ റൂമിലേക്ക് പോകുന്നതിന് മുൻപ് മറ്റാരുമായോ ഫോണിൽ സംസാരിച്ചിരുന്നുവെന്ന് ഈ യുവാവിൻ്റെ അമ്മൂമ്മ പോലീസിന് മൊഴി നൽകുകയും ചെയ്തു. അതിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസ് ഫോൺ രേഖകൾ പരിശോധിക്കുകയായിരുന്നു. 2 യുവാക്കളുടെ ഫോണുകളും പിടിച്ചെടുക്കുകയും ഫോറൻസിക് പരിശോധനയ്ക്ക് അയക്കുകയും ചെയ്തു. മാത്രമല്ല ഇന്ദുജ ഉപയോഗിച്ചിരുന്ന ഫോൺ അതിലെ സിം എടുത്തു കൊടുത്തത് അജാസ് ആണ് എന്ന ഒരു കണ്ടെത്തൽ കൂടിയുണ്ട്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ദുജയുടെ ഫോണും ഇപ്പോൾ ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. ആത്മഹത്യ എന്ന് തന്നെയാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. 2 പേർക്കുമെതിരെ ജാമ്യമില്ലാത്ത വകുപ്പുകളാണ് ചുമത്തിയിരുന്നത്. ഭർത്തൃപീഡനം, അഭിജിത്തിനെതിരെ ഭർത്തൃപീഡനം, അതോടൊപ്പം തന്നെ ദേഹോദ്രവം ഏൽപ്പിക്കൽ, ആത്മഹത്യാ പ്രേരണ, അജാസിനെതിരെ ഈ SC/ST വിഭാഗങ്ങളോടുള്ള അതിക്രമം, ആ വകുപ്പുകളും അതോടൊപ്പം തന്നെ ശാരീരിക ഉപദ്രവവും ആത്മഹത്യയിലേക്ക് തള്ളിവിട്ടതും ആത്മഹത്യാ പ്രേരണ, ഈ വകുപ്പുകൾ അജാസിനെതിരെയും ചുമത്തിയിട്ടുണ്ട്. 2 പേർക്കെതിരെയും ജാമ്യമില്ലാ ഇരുവരും ഇപ്പോൾ റിമാൻഡിലാണ്. ശരി, വി വിനോദാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. നടൻ ദിലീപിന്റെ ശബരിമല ദർശനത്തിന് പ്രത്യേക സൗകര്യം ഒരുക്കിയതുമായി ബന്ധപ്പെട്ട വിഷയം ഹൈക്കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കും. പോലീസ് അകമ്പടിയോടെ ദിലീപ് അടക്കമുള്ളവർ ശബരിമല ദർശനത്തിനെത്തിയത് സംബന്ധിച്ച് കോടതി വിശദമായ റിപ്പോർട്ടാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കരുതെന്ന് കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ദർശനം സംബന്ധിച്ച CCTV ദൃശ്യങ്ങൾ പരിശോധിച്ച് തീരുമാനമെടുക്കാം എന്നാണ് ദേവസ്വം ബെഞ്ചിന്റെ തീരുമാനം. ശബരിമല വാർത്തകൾ. ശബരീശ ദർശനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മിൽമ ഗീ. വ്രതശുദ്ധിയുടെയും നന്മയുടെയും നാളുകൾ പരിശുദ്ധമാക്കാം മിൽമയ്ക്കൊപ്പം. ശബരിമലയിൽ ഭക്തജന തിരക്കിന് നേരിയ കുറവ്. ഇന്നലെ 63,733 തീർത്ഥാടകരാണ് ദർശനത്തിനെത്തിയത്. സമീപ ദിവസങ്ങളിലെ ഏറ്റവും കുറവ് തീർത്ഥാടകരെത്തിയത് ഇന്നലെയാണ്. 13,145 പേർ സ്പോട്ട് ബുക്കിംഗ് വഴി ഇന്ന് ദർശനം നടത്തി. വരും ദിവസങ്ങളിൽ തിരക്ക് വർദ്ധിക്കുമെന്നാണ് ബോർഡിന്റെയും പോലീസിന്റെയും കണക്കുകൂട്ടൽ. ജി ശ്രീജിത്താണ് സന്നിധാനത്ത് നിന്നും ചേരുന്നത്. ശ്രീജിത്ത്, ഗുഡ് മോർണിംഗ്. സാധാരണ ഞായറാഴ്ച, ശനി, ഞായർ ദിവസങ്ങളിലൊക്കെ വലിയ തിരക്ക് അനുഭവപ്പെടുന്ന അതാണല്ലോ. ഇന്നലെ എന്താണ് സംഭവിച്ചത്? ഈ തിരക്കുണ്ടാകുമെന്ന് കരുതി ഭക്തർ മാറി നിന്നതാകാം എന്ന കണക്കുകൂട്ടലാണ് ദേവസ്വം ബോർഡിനും പോലീസിനും ഒക്കെ ഉള്ളത്. സാധാരണഗതിയിൽ അവധി ദിവസങ്ങളിൽ വലിയ തിരക്ക് വർദ്ധിക്കാറുണ്ട്. എന്നാലും ഇന്നലെ അങ്ങനെ ആയിരുന്നില്ല സാഹചര്യം. ഇന്ന് രാവിലെ പക്ഷേ നല്ല തിരക്ക് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇപ്പോൾ പൂജകളും മറ്റും നടക്കുകയാണ്. അതുകൊണ്ട് കൂടി അല്പസമയം ദർശനം തടസ്സപ്പെടുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകും. ഈ ഉഷപൂജ, നിവേദ്യം പോലുള്ള ചടങ്ങുകൾ നടക്കുന്ന സമയത്ത് അതിന്റെ ഭാഗമായി കുറച്ച് തിരക്ക് കൂടിയിട്ടുണ്ട്. എന്തായാലും ഇന്നലത്തെ ഒരു ആദ്യ കണക്കാണ് അശ്വതി നേരത്തെ പറഞ്ഞത് 63,000 എന്നുള്ളത്. അന്തിമ കണക്ക് അല്പസമയം മുൻപ് പുറത്തു വന്നിട്ടുണ്ട്. ഇതാണ് 67,477 പേരാണ് ഇന്നലെ ദർശനം നടത്തിയത്. 13,145 പേർ സ്പോട്ട് ബുക്കിംഗ് വഴി ദർശനം നടത്തുകയും ചെയ്തു.
എടുത്തു പറയേണ്ട ഒന്ന്, സമീപ ഈ സീസണിലെ തന്നെ കുറഞ്ഞ തിരക്കിലൊന്നാണ് എന്ന് തന്നെ പറയേണ്ടി വരും ഈ ഒരു കണക്ക്. ആദ്യ ദിവസങ്ങളിലൊക്കെ 20-ാം തീയതി ആയിരുന്നു ഏതാണ്ട് 62,000-ഓളം പേരായിരുന്നു ശബരിമലയിൽ ദർശനത്തിന് എത്തിയത് എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന കണക്കുകളിൽ നിന്ന് വ്യക്തമാകുന്നത്. പക്ഷേ സമീപ ദിവസങ്ങളിൽ ഏതാണ്ട് 4-ാം തീയതി 70,000 ആയിരുന്നു കണക്ക്. പിന്നീട് അത് കൂടി നിൽക്കുന്ന സാഹചര്യമാണുള്ളത്. 80,000-ന് മുകളിലേക്ക് നിൽക്കുന്നു. 5-ാം തീയതിയാണ് 92,000-ൽ പരം പേരുമായി ഈ സീസണിലെ ഏറ്റവും വലിയ റെക്കോർഡ് തിരക്ക് അനുഭവപ്പെട്ടത് എന്ന് തന്നെ പറയേണ്ടി വരും. എന്തായാലും ദേവസ്വം ബോർഡ് ഈ സാഹചര്യമൊക്കെ വിലയിരുത്തുന്നുണ്ട്. പക്ഷേ ഒരു ദിവസം ഈ തിരക്ക് കുറഞ്ഞു എന്നുള്ളത് മറ്റു ദിവസങ്ങളിലേക്ക് അങ്ങനെ തന്നെ ആകണമെന്നില്ല. ഏത് ദിവസവും വലിയ തിരക്കും വലിയ തിരക്ക് കുറവും ഒക്കെ അനുഭവപ്പെടുന്ന സാഹചര്യമാണ്. നമുക്ക് പ്രവചനാതീതമാണ്. പല കാര്യങ്ങളും കൊണ്ട് സാഹചര്യങ്ങളും കൊണ്ട് അങ്ങനെ കണക്ക് കൂട്ടാം എന്ന് മാത്രമേ ഉള്ളൂ. ഈ സാധാരണ ഉള്ളൊരു കണക്കാണ് അവധി ദിവസങ്ങളിൽ തിരക്ക് വർദ്ധിക്കുമെന്നുള്ളത്. പക്ഷേ അതിന് വിരുദ്ധമാണ് ഇന്നലത്തെ ഒരു കണക്ക് എന്ന് തന്നെ പറയേണ്ടി വരും. എന്തായാലും ഇന്നലെയൊക്കെ ദർശനത്തിനെത്തിയവർ വളരെ സുഗമമായി തന്നെ ദർശനം നടത്തി മടങ്ങുന്ന സാഹചര്യമാണുള്ളത്. ഹരിവരാസനമൊക്കെ നടക്കുന്ന സമയത്ത് ഭക്തർക്ക് ക്യൂവിലൊന്നും നിൽക്കാതെ വളരെ സുഗമമായി വന്ന് ദർശനം നടത്തി മടങ്ങുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. വൈകുന്നേരം അടക്കം നടപ്പന്തലടക്കം വളരെ ചെറിയ തിരക്ക് മാത്രമായിരുന്നു ഇന്നലെ ഉണ്ടായിരുന്നത്. ഒറ്റവരി നിരയൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത് എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിച്ചത്. എന്തായാലും ഇന്നലെ എത്തിയവർ ആ നിലയ്ക്ക് വളരെ സ്വസ്ഥമായി നിന്ന് തൊഴുത് മടങ്ങാൻ കഴിഞ്ഞ ഭാഗ്യം ഉള്ളവരായി മാറുകയും ചെയ്തിട്ടില്ല. എന്തായാലും ഇന്ന് രാവിലെ പക്ഷേ ഇതാ നോക്കൂ, വലിയ ക്യൂ നമുക്ക് കാണാൻ സാധിക്കുന്നു. അല്പസമയം കൂടി കഴിഞ്ഞാലേ ദർശനം അനുവദിക്കുകയുള്ളൂ. കാരണം ഇപ്പോൾ തന്നെ അനൗൺസ്മെന്റ് വരുന്നുണ്ട്. അതായത് ഉഷപൂജയും മറ്റും നടക്കുന്ന സാഹചര്യം കൊണ്ടാണ് ദർശനം അനുവദിക്കാത്തത്. ഏറ്റവും അടുത്ത നിമിഷം തന്നെ ദർശനത്തിനായി നട തുറക്കും. അപ്പോൾ വീണ്ടും ഭക്തരുടെ ഒരു എന്താ പറയുക, ഈ ഒരു ഇപ്പോൾ തിങ്ങി നിൽക്കുന്ന ഈ ഒരു സാഹചര്യം ഒഴിവാകും എന്ന് തന്നെ പ്രതീക്ഷിക്കേണ്ടി വരും. അശ്വതി, ശ്രീത്ത്, നമുക്ക് അവരുടെ പ്രതികരണങ്ങളിലേക്ക് കൂടി പോകാം. കാരണം ഓരോ മണ്ഡലകാലങ്ങളെ അപേക്ഷിച്ച് ഇത്തവണ ഒരുപാട് നേരം ക്യൂ നിൽക്കേണ്ട, നിയന്ത്രണങ്ങൾ അധികമില്ല എന്നൊക്കെയുള്ള പ്രത്യേകതയുണ്ട്. അപ്പോൾ അവർക്ക് എത്രത്തോളം സുഗമമായി ശബരിമലയിലേക്ക് സന്നിധാനത്തേക്ക് എത്താൻ കഴിയുന്നുണ്ട് എന്ന് നമുക്ക് അവരുടെ പ്രതികരണങ്ങൾ കൂടി തേടാം. തീർച്ചയായും അശ്വതി, ഒരു ശ്രമം നടത്താം. ശബരിമലയിൽ പ്രതികരണം എടുക്കുക എന്നുള്ളത് എല്ലാ സ്വാമിമാരെ കണ്ടാലും ഒരുപോലെ ഇരിക്കും. ഏത് ഭാഷയിലുള്ളവരാണ് എന്ന് പ്രവചിക്കാൻ കഴിയാത്ത സാഹചര്യമുള്ളത്. തെലുങ്കും കന്നഡയും ഒന്നും അറിയാത്ത സാഹചര്യമുണ്ട് നമുക്ക്. എന്തായാലും പക്ഷേ അവരോട് ഒന്ന് ചോദിച്ചു നോക്കാം ഏതൊക്കെ സംസ്ഥാനങ്ങളിൽ നിന്ന് വന്നവരാണ് എന്നൊക്കെയുള്ളത് നമുക്ക് ചോദിച്ചു നോക്കാം. ചേച്ചി, കുറെ നേരം ആയോ? മലയാളിയല്ലേ? അതെ. എവിടുന്നാ വന്നേ? മുതുകുളം, കായംകുളം മുതുകുളം. എപ്പോ എത്തി? രാവിലെ 3:45 വന്നു പമ്പയില്. എന്നിട്ട് ഇങ്ങോട്ട് ഉള്ളിടത്ത് ക്യൂ ഉണ്ടായിരുന്നോ? ക്യൂ ഉണ്ടായിരുന്നു. ഇതെന്താ കുഞ്ഞുമായിട്ട് എത്തിയാണ്? കുഞ്ഞുമായിട്ട് വന്നപ്പോ ബുദ്ധിമുട്ടുണ്ടായോ? ചെറുതായിട്ടൊരു ബുദ്ധിമുട്ട്. കുഞ്ഞു കരയൊക്കെ ചെയ്തോ? ഈ കുഞ്ഞുങ്ങൾക്ക് പ്രത്യേക ക്യൂ ഉണ്ട്, അത് നിങ്ങൾ ഉപയോഗിച്ചില്ലേ? ഉണ്ട്. അങ്ങനെ കയറി വന്നേ? അതുകൊണ്ട് കുറച്ച് എളുപ്പം. മോനെ എവിടുന്നാ? കായംകുളം. നിങ്ങൾ ഒരു കുടുംബമാണ്. ചേച്ചി എവിടുന്നാ? ഒരു ടീമാണ്. അശ്വതി, എന്തായാലും മലയാളികൾ തന്നെ ഉണ്ട്. അവരുടെ ഒരു സാഹചര്യം വലിയ ഒരു ക്യൂ എന്നുള്ളത്, അതായത് മണിക്കൂറുകൾ ഈ മരക്കൂട്ടമൊക്കെ കഴിഞ്ഞുള്ള ഒരു ക്യൂ എന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടില്ല എന്ന് തന്നെ പറയേണ്ടി വരും. ചേട്ടാ എവിടുന്നാ? കുന്നോളം. എങ്ങനെയുണ്ടായിരുന്നു യാത്രയും തിരക്കൊക്കെ? തിരക്ക് ഇപ്പൊ കുറവുണ്ട്, കുഴപ്പമില്ല. കുറച്ച് കുറവുണ്ട്, കുഴപ്പമില്ല യാത്ര മൊത്തത്തിൽ. ഇങ്ങോട്ട് കയറി വരുന്നിടത്ത് എവിടെയെങ്കിലും ക്യൂവിൽ നിൽക്കേണ്ടി വന്നോ? ഇല്ല. എങ്ങനെയുണ്ടായിരുന്നു ചേട്ടാ? എന്തായാലും ഈ നിൽക്കുന്ന മനുഷ്യരൊക്കെ ഇങ്ങനെ പലയിടത്തായി ക്യൂ നിന്ന് വന്ന, എന്ന് വെച്ചാൽ വലിയൊരു ക്യൂവിലേക്കൊന്നും പോയവരല്ല. നമുക്ക് മുകളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഈ ഫ്ലൈ ഓവർ നിറഞ്ഞു നിൽക്കുന്ന ഒരു കാഴ്ചയാണ് ഉള്ളത്. സാധാരണഗതിയിൽ ഇത്രത്തോളം ക്യൂ ഫ്ലൈ ഓവറിൽ ഉണ്ടാകാറില്ല എന്ന് തന്നെ പറയേണ്ടി വരും. പക്ഷേ അതിനുശേഷം എന്താ പറയുക, ഈ പൂജയ്ക്കായി ഇപ്പോൾ നമുക്ക് നടയുടെ ദൃശ്യങ്ങൾ കണ്ടാൽ അവിടെ തിരക്കില്ല. അല്പസമയത്തിന് ശേഷമേ നട തുറക്കുകയുള്ളൂ. നട തുറന്ന ശേഷം ഈ മുഴുവൻ ഭക്തരെയും ദർശനത്തിനായി കടത്തിവിടും. അതോടുകൂടി ഈ ഫ്ലൈ ഓവറിലെ തിരക്കിനും ഒരു ശമനം ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കാം. അശ്വതി, ശരി.
ജി ശ്രീജിത്താണ് സന്നിധാനത്ത് നിന്നും തത്സമയ വിവരങ്ങൾ പങ്കുവച്ചത്. ശബരീശ ദർശനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മിൽമ ഗീ. വ്രതശുദ്ധിയുടെയും നന്മയുടെയും നാളുകൾ പരിശുദ്ധമാക്കാം മിൽമയ്ക്കൊപ്പം. രാവിലെ നമ്മൾ ഇന്ന് തുടങ്ങുമ്പോഴേ പറഞ്ഞിരുന്നു, വൈകി വന്ന പ്രേക്ഷകർക്കായി ഒരിക്കൽ കൂടി പറയുകയാണ്. ഇന്ന് മുതൽ ന്യൂസ് 18 കേരളത്തിന്റെ മോർണിംഗ് ഷോയായ രാവിലെയിൽ പുതിയ 2 സെഗ്മെന്റുകൾ കൂടി ഞങ്ങൾ ഉൾപ്പെടുത്തുകയാണ്. നല്ല വാക്കും ഇത് കണ്ടോയും. ഓരോ നിമിഷവും നമുക്ക് നിറയെ പ്രതീക്ഷകളുടേതാണ്. നല്ല ശുഭചിന്തകളോടെ ഒരു ദിവസം തുടങ്ങുകയാണെങ്കിൽ അതിൽ പരം വേറെ നല്ല കാര്യമൊന്നുമില്ലല്ലോ. അപ്പോൾ ഇന്ന് നല്ല വാക്കിൽ എത്തുന്നത് മാതാ അമൃതാന്തമയാണ്. ആ വാക്കുകൾക്കായി നമുക്ക് കാത്തിരിക്കാം. എന്തായാലും ഈ രാവിലെ അവസാനിക്കുന്നതിന് മുൻപ് ആ വാക്കുകൾ നിങ്ങളിലേക്ക് എത്തും. അതിനുശേഷം വൈറൽ വീഡിയോകളുമായി അനുശ്രീയും അജയും നിങ്ങൾക്കൊപ്പം ചേരും. അവയിലേക്കൊക്കെ നമുക്ക് എത്താം. എന്തായാലും കുറച്ച് വാർത്തകൾ കൂടി നമുക്ക് നോക്കാം. ചികിത്സ വേണ്ടത് ഡോക്ടർക്ക്. ആലപ്പുഴ വനിതാ ശിശു ആശുപത്രിയിൽ പ്രസവത്തെ തുടർന്ന് നവജാത ശിശുവിന്റെ കൈ തളർന്നു പോയതായി വീണ്ടും പരാതി. ആര്യാട് പഞ്ചായത്തിൽ രമ്യ അഗേഷ് ദമ്പതികളുടെ കുഞ്ഞിന്റെ കൈയാണ് ഞരമ്പുകൾക്ക് പരിക്ക് പറ്റി തളർന്നു പോയത്. വാക്വം ഡെലിവറിയിലൂടെ കുഞ്ഞിനെ പുറത്തെടുത്തതാണ്. ആരോപണ വിധേയായ ഡോക്ടർ പുഷ്പയാണ് എന്നാണ് കുടുംബം പറയുന്നത്. ഗുരുതര സംഭവം ചൂണ്ടിക്കാട്ടി കുട്ടിയുടെ രക്ഷിതാക്കൾ ആരോഗ്യമന്ത്രിക്ക് പരാതി നൽകി. ആ ഡിസ്ചാർജ് സമ്മറി പോലും ഒന്നും എഴുതിയിട്ടില്ല, വെറും ബ്ലാങ്ക് ആയി കിടക്കുകയാണ്. വെറും ഇത്രയും എക്സ്പെക്ട് ലേബറായിട്ട് അതൊന്നും മെൻഷൻ ചെയ്തിട്ട് പോലും ഇല്ല. ഇവർക്ക് അതൊന്നും മെൻഷൻ ചെയ്യുന്ന പോലും ഇല്ല. പിന്നെ എന്ത് പറയാനാണ് മാഡം? നമ്മുടെ അടുത്ത് ഇപ്പം മാഡത്തിനോട് വിശ്വാസം ഉള്ളതുകൊണ്ട് മാഡം പറയുന്നു, മോനെ 3 മാസം ഇല്ല 6 മാസം കൊണ്ട് ശരിയാവും, കൊച്ചിൻ്റെ കൈ റെഡിയാവും എന്ന് പറയാൻ നേരത്ത് നമ്മളൊരു ഡോക്ടറെ കൊടുക്കുന്ന നമ്മളൊരു ഇതുണ്ട്. ഡോക്ടറായാലും ഇതിനു മുമ്പും ആ വർഷം 3 പിള്ളേർക്ക് ഉണ്ടായിട്ടുണ്ട്. ഇദ്ദേഹം ഈ പരാതിയാണ് എന്നോടൊന്ന് പറഞ്ഞിട്ട് പോയില്ലേ. അതിനുശേഷം ആ 2 പേരെയും ഞാനിവിടെ ഒന്ന് വരുത്തി കണ്ടു. അവർ 2 പേരും മെഡിക്കലായിട്ട് ഇരിക്കുകയാണ്, യാതൊരു പ്രശ്നവുമില്ല. കാരണം എനിക്ക് ഇഞ്ചുറിയുടെ ആ ഒരു എമൗണ്ട് ഇത് ഇദ്ദേഹത്തിൻ്റെ മാസം തന്നെ ഒരു കുട്ടി, പിന്നെ അല്ലാതെ ഒരു കുട്ടി, ആ 3 പേർക്കായിരുന്നു ആ ഒരു എൻ്റെ വർഷത്തിൽ നമുക്ക് മൊത്തം 2200ഓളം ഡെലിവറി ഉണ്ടായിരുന്നു. അതിൽ 3 പേർക്കാണ് ഈ കൈക്ക് പ്രോബ്ലം ഉണ്ടായത്. അല്ല, അതിന് മുന്നേ ഇവർക്കെതിരെ റിപ്പോർട്ടുണ്ട്. അതിന് മുന്നേ ഇവർക്കെതിരെ 3-4 നെഗ്ലിജൻസ് ഓൾറെഡി നെഗ്ലിജൻസ് ഉണ്ട് ഓൾറെഡി ഉണ്ട്. പിന്നെ എന്തുകൊണ്ട് ഇവിടെ ഇങ്ങനെ വെക്കുന്നത്? ഞാൻ കൊച്ചുങ്ങളൊക്കെ ഇതുപോലെയാണോ അദ്ദേഹം ഇങ്ങനെയാണെന്ന് പറഞ്ഞപ്പോഴേ നമ്മൾ എനിക്ക് മെഡിക്കൽ സയൻസിന്റെ ഭാഗമായതുകൊണ്ട് തന്നെ ഇത് ശരിയാവുന്നുണ്ട്, കുറച്ച് സമയം കൊണ്ട് റിവേഴ്സിബിൾ എന്നാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയല്ലേ എന്ന് പറഞ്ഞ് ഞാൻ ആ കൊച്ചുങ്ങളോട് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇങ്ങോട്ട് വരുമോ എന്ന് പറഞ്ഞുകൊണ്ട് ഫംഗ്ഷൻ നടത്തി ഞാൻ 2 പേരും വിളിച്ചായിരുന്നു. അപ്പോൾ അവർ 2 പേരും വിട്ടു കൊടുത്തു. ഇപ്പോൾ കേട്ട ശബ്ദ സംഭാഷണം ആലപ്പുഴ വനിതാ ശിശു ആശുപത്രിയുടെ സൂപ്രണ്ട് ഡോക്ടർ ദീപ്തിയുടേതാണ്. പ്രസവത്തിനിടയിൽ ഞരമ്പുകൾക്ക് പരിക്ക് പറ്റി കൈ തളർന്നു പോയ കുഞ്ഞിന്റെ അച്ഛൻ വിഷ്ണുവിനോട് ഡോക്ടർ പറയുന്നത് പ്രകാരം 1.5 വർഷം മുമ്പ് വിഷ്ണുവിന്റെ കുഞ്ഞിന് പ്രസവ സമയത്ത് പരിക്ക് പറ്റിയ അതേ കാലയളവിൽ ഡോക്ടർ പുഷ്പ പ്രസവമെടുത്ത 3 കുട്ടികൾക്ക് കൈയുടെ ചലനശേഷിയെ ബാധിക്കുന്ന ബ്രാക്കിൽ പ്ലെക്സസ് ഇഞ്ചുറി സംഭവിച്ചിരുന്നതായി വ്യക്തമാണ്. ഇനി 58 ദിവസം മാത്രം പ്രായമുള്ള ഈ കുഞ്ഞിനെ ഒന്ന് കാണണം. കഴിഞ്ഞ ഒക്ടോബർ 2-നാണ് രമ്യ ആകേഷ് ദമ്പതികൾക്ക് ആലപ്പുഴ വനിതാ ശിശു ആശുപത്രിയിൽ ഒരു പെൺകുഞ്ഞ് ജനിക്കുന്നത്. രമ്യയെ ചികിത്സിച്ചിരുന്നത് പ്രസവ സംബന്ധമായി നിരവധി കേസുകളിൽ ആരോപണ വിധേയായ ഡോക്ടർ പുഷ്പയായിരുന്നു. ഡോക്ടറിന് ഓവർ ധൃതിയും സ്പീഡും എനിക്ക് അങ്ങനെ മൊത്തം സ്പീഡാ. ധൃതിയും സ്പീഡുമാണ് ഡോക്ടറിന്റെ. ഒരു സമാധാനമായിട്ട് സമയം എടുത്ത് ചെയ്യാനായിട്ട് ആ ഡോക്ടറിന് സമയമില്ല. പുലർച്ചെ മുതൽ രാത്രി വരെ പ്രസവ വേദന കൊണ്ട് ബുദ്ധിമുട്ടിയ രമ്യയെ ശസ്ത്രക്രിയക്ക് വിധേയയാക്കാനുള്ള നിർദ്ദേശം ഉണ്ടായില്ല. ഒടുവിൽ അവശയായപ്പോൾ വാക്വം ചെയ്ത് കുഞ്ഞിനെ പുറത്തെടുത്തു. പിന്നീട് സംഭവിച്ചത് കുടുംബം പറയും. പ്രസവത്തിന് ഒരു വെളുപ്പിന് ഒരു 3:30 കഴിഞ്ഞ് ഒരു 5 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് എനിക്ക് മരുന്ന് കിട്ടതാ. ഒരുപാട് വേദന എടുത്ത് എനിക്ക് സർവീസിന് സെന്റിമീറ്റർ ആയിട്ടില്ലായിരുന്നു. ഒരു
വൈകിട്ടായിട്ട് ഉച്ചയായിട്ട് 1 സെന്റിമീറ്റർ ഒക്കെ ഉള്ളായിരുന്നു. വികസനം ഇച്ചിരി കുറവായിരുന്നു. അപ്പോൾ അവർ ഫസ്റ്റ് ഡെലിവറി നോർമൽ ഡെലിവറി ആയതുകൊണ്ട് മാക്സിമം നോക്കട്ടെ എന്ന് വെച്ചുകൊണ്ടിരുന്നു. അപ്പം തന്നെ നമുക്ക് ശാരീരികമായിട്ടും ഞാൻ മാനസികമായിട്ടും എനിക്ക് പ്രസവിക്കാനുള്ള ഒരുപാട് അവിടെ കിടന്ന് വേദന നിന്ന് നമ്മുടെ ശരീരത്തിന് പ്രസവിക്കാനായിട്ടുള്ളൊരു ശക്തി ഇല്ലാതായിപ്പോയി. ആ സമയത്തേക്ക് പിന്നെ ഫുള്ളായപ്പോഴത്തേക്ക് ലേബർ കോട്ടിലോട്ട് കയറ്റുന്നതിന് മുമ്പ് വാക്കോ ഇട്ട് എനിക്ക് ഫോളിസ് കാത്തീറ്റർ ഇട്ടൊക്കെ വെച്ചിരിക്കുകയായിരുന്നു അവർ. അത് കഴിഞ്ഞ് പിന്നെ അനസ്തറ്റോളജിസിനെയൊക്കെ വിളിച്ച് പറഞ്ഞേക്ക് അഥവാ എന്തെങ്കിലും ഓപ്പറേഷൻ വല്ലതും വേണമെങ്കിൽ ചെയ്യാവുന്ന അത് ആ 8 മണി വരെ നോക്കട്ടെ എന്ന് പറഞ്ഞു. രാവിലെ എന്നെ കിടത്തിയതാണ്. അതിനു മുന്നേ ഉള്ള അപ്പുറത്ത് ബെഡിൽ കിടന്ന പിള്ളേരൊക്കെ സിസേറിനൊക്കെ പോയായിരുന്നു. ഞാൻ അവിടെ നിന്ന് മാക്സിമം നോക്കട്ടെ, ആദ്യത്തെ ഡെലിവറി അല്ലായിരുന്നു എന്ന് പറഞ്ഞ് നോക്കി ഇരുന്ന് അവസാനമായപ്പോഴത്തേക്ക് എനിക്ക് ലേബർ കോട്ടി കഴിച്ചപ്പോൾ എനിക്ക് സംഭവിച്ചെന്ന് പറഞ്ഞാൽ എനിക്ക് ശ്വാസം നന്നായിട്ട് കിട്ടുന്നതായിരുന്നു. കുറച്ച് പേര് ഓക്സിജൻ മാസ്ക് ഒക്കെ വെച്ചു. അപ്പോൾ എന്നോട് പറഞ്ഞു ശ്വാസം കുറയുമ്പോൾ നീ മുകളിലോട്ട് ശ്വാസം എടുക്കണമെന്ന് പറഞ്ഞു. കുറേ പേര് പറഞ്ഞ് പുഷും ചെയ്യണമെന്ന് പറഞ്ഞു. എല്ലാം കൂടെ ഒരുമിച്ച് ചെയ്തപ്പോഴത്തേക്ക് കൊച്ചിൻ്റെ തല ഇവിടെ വരെ വന്നു കഴിഞ്ഞ് വന്നുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് എനിക്കൊരു എല്ലാവരും ഇങ്ങനെ സപ്പോർട്ടല്ല ചെയ്തപ്പോൾ ഇങ്ങനെ ഫണ്ടൽ പ്രഷറൊക്കെ തോന്നിയിരുന്നെങ്കിൽ പെട്ടെന്ന് അങ്ങ് നോർമൽ ഡെലിവറി ആയി പോയില്ലേ. അതിനു മുന്നേ അവർ വാക്ക് വിട്ട് അങ്ങ് എടുത്തു. അങ്ങനെയായിരുന്നു. ഇങ്ങനെ നിങ്ങളുടെ കയ്യിലേക്ക് കിട്ടുമ്പോൾ നിങ്ങൾക്ക് കുട്ടിക്ക് കൈക്ക് പ്രശ്നമുണ്ടെന്ന് എപ്പോഴാണ് മനസ്സിലാവുന്നത്? അവർ ഡെലിവറി കഴിഞ്ഞ ഉടനെ തന്നെ കുഞ്ഞ് അധികം അനക്കില്ലായിരുന്നു. പീഡിയാട്രീഷ്യൻ എല്ലാവരും വന്ന് നോക്കിക്കഴിഞ്ഞ് എന്നോട് വന്നിട്ട് പറഞ്ഞ് രമ്യ പെൺകുഞ്ഞാണ്, ഇന്നപോലെ കൈക്ക് ചെറിയൊരു പ്രശ്നമുണ്ടെന്ന് പറഞ്ഞു. പ്രസവത്തെ തുടർന്ന് വലതു കൈയിലേക്കുള്ള ഞരമ്പുകൾക്ക് പരിക്ക് പറ്റിയ കുഞ്ഞ് കൈ ഉയർത്തുകയോ മറ്റൊന്നും ചെയ്യുകയോ ചെയ്യില്ല. പേശികൾക്ക് ബലമില്ലാത്ത വിധം തളർന്നു കിടക്കുകയാണ്. നവജാത ശിശുവിന് സംഭവിച്ചത് പ്രസവ സമയത്തുണ്ടായ പരിക്കാണെന്ന് മെഡിക്കൽ കോളേജിലെ ചികിത്സാ രേഖകൾ വ്യക്തമാക്കുന്നു. പ്രസവ സമയത്ത് നാഡികൾക്ക് പരിക്ക് പറ്റിയ ബ്രാക്കിയൽ പ്ലക്സസ് ഇഞ്ചുറി മൂലമുണ്ടായ എറിഫ് പാൾസിയാണ് കുഞ്ഞിനെന്ന് വണ്ടാനം മെഡിക്കൽ കോളേജിലെ ഓർത്തോപീഡിയാട്രീഷ്യൻ റഫറൻസ് ഷീറ്റിൽ കുറിച്ചിരിക്കുന്നു. ഇനിയാണ് ഏറ്റവും വലിയ കള്ളക്കളി. വനിതാ ശിശു ആശുപത്രിയിൽ പ്രസവ സംബന്ധമായി ചികിത്സയിലിരിക്കെ തന്നെ പലതവണ ജനറൽ ആശുപത്രിയിലെ ഓർത്തോപീഡിയാട്രിക് വിഭാഗത്തിലേക്ക് ഈ നവജാത ശിശു റഫർ ചെയ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഡിസ്ചാർജ് സമ്മറിയിൽ കുട്ടിയുടെ നാഡികൾക്കേറ്റ പരിക്കോ റഫർ ചെയ്യപ്പെട്ടതിനെ പറ്റിയോ എവിടെയും കുറിക്കപ്പെട്ടിട്ടില്ല. രേഖകൾ പ്രകാരം രമ്യയുടെ കുട്ടി പൂർണ്ണ ആരോഗ്യവാനാണ്. ചീട്ടുവന്ന് അവിടെ കൈക്ക് പ്രശ്നം, അപ്പൊ തന്നെ കൈക്ക് പ്രശ്നമുണ്ട്, കൊണ്ട് അവിടെ കൊണ്ട് കാണിക്കുന്നു പോവാന്ന് പറഞ്ഞിരുന്നു. അംഗവൈകല്യത്തോടെ കുഞ്ഞു ജനിച്ച സംഭവം. ജനനസമയത്തെ പരിക്കിൽ 1.5 വയസ്സുകാരന് കൈയുടെ ചലനശേഷി ഇല്ലാതായ കേസ്. പ്രസവ നിർത്തൽ ശസ്ത്രക്രിയക്കിടയിൽ യുവതി മരിച്ച സംഭവം. ഇത്തരം പരാതികളിൽ പോലീസും ആരോഗ്യ വകുപ്പും ആരോപണ വിധേയായ ഡോക്ടർക്കെതിരെ അന്വേഷണം നടത്തുന്നതിനിടയിലാണ് അത്യന്തം സങ്കടകരമായ ഗുരുതരമായ വീഴ്ചയുടെ പുത്തൻ കഥകൾ വനിതാ ശിശു ആശുപത്രിയെ സംബന്ധിച്ച് തെളിവ് സഹിതം പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. പൊതുജനാരോഗ്യ രംഗത്ത് ആശുപത്രികൾ പേരിന് മാത്രമുള്ള ജില്ലയാണ് ആലപ്പുഴ. നിരാലംബരായ മനുഷ്യരുടെ നിസ്സഹായാവസ്ഥയെ ചൂഷണം ചെയ്താണ് ആരോഗ്യവകുപ്പും സർക്കാരും ആരോപണ വിധേയരായവരെ സംരക്ഷിച്ചു പോകുന്നത്. ശരണ്യ സ്നേഹജൻ ചേരുന്നു വാർത്തയുടെ വിശദാംശങ്ങളുമായി. ശരണ്യ, അതേ ആശുപത്രി, അതേ ഡോക്ടർ, 4ാമത്തെ സംഭവമാണ് ആശുപത്രിയെ സംബന്ധിച്ച് ഇപ്പോൾ നമ്മൾ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നത്. ഏത് രീതിയിൽ മുന്നോട്ട് പോകാനാണ് കുഞ്ഞിന്റെ കുടുംബം ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്? അശ്വതി, ഞെട്ടിക്കുന്ന സംഭവങ്ങളാണ് ഓരോ ദിവസവും ആലപ്പുഴയിലെ വനിതാ ശിശു ആശുപത്രിയുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പോൾ കണ്ടത് കഴിഞ്ഞ ഒക്ടോബർ 2-ന് ആലപ്പുഴ വനിതാ ശിശു ആശുപത്രിയിൽ ജനിച്ച കുഞ്ഞാണ്, പെൺകുഞ്ഞാണ്. ഈ കുഞ്ഞിന്റെ വലത് കൈയാണ് നേരത്തെ 1.5 വയസ്സുകാരന്റെ അച്ഛൻ പരാതി ഉന്നയിച്ചതിന് സമാനമായ സാഹചര്യത്തിൽ ഇപ്പോൾ തളർന്നുപോയ അവസ്ഥയിൽ ആ രക്ഷിതാക്കൾക്ക് കിട്ടിയത്. അതായത് കുട്ടിയെ വാക്വം ഡെലിവറിയിലൂടെയാണ് പുറത്തെടുത്തത്. ഈ കേസുകൾ നമ്മൾ കുറച്ച് ദിവസം മുമ്പ് റിപ്പോർട്ട് ചെയ്തതാണ്. ആലപ്പുഴ റെയിൽവേ സ്റ്റേഷൻ സ്വദേശിയായ 1.5 വയസ്സുകാരൻ വിഹാന്റെ സമാനമായ അവസ്ഥ തന്നെയാണ്
ഈ കുഞ്ഞിന് സംഭവിച്ചിരിക്കുന്നത്. വിഹാനെയും വാക്വം ഡെലിവറിയിലൂടെയാണ് അന്ന് 1.5 വർഷം മുമ്പ് ഡോക്ടർ പുഷ്പ പുറത്തെടുക്കുന്നത്. ഈ പുറത്തെടുക്കുന്ന ഘട്ടത്തിൽ കുട്ടിയുടെ തോളലിന് പരിക്കേൽക്കുകയും തോളലിനോട് ചേർന്നുള്ള ഞരമ്പുകൾക്ക് പരിക്കേൽക്കുകയും ആ ഒരു ബ്രാക്കിയൽ പ്ലെക്സസ് ഇഞ്ചുറി എന്ന് പറഞ്ഞ നാഡീഞരമ്പുകൾക്ക് പരിക്ക് പറ്റുന്ന ക്ഷതം കുട്ടികൾ കേൾക്കുകയും ചെയ്യുന്നു. തുടർന്ന് എറിബ്സ് പാൾസി എന്ന രോഗാവസ്ഥയിലേക്ക് കുട്ടികൾ മാറുന്നു. അതായത് കൈക്ക് ഞരമ്പുകൾ പരിക്കേൽക്കുന്നത് കൊണ്ട് തന്നെ താഴത്തേക്കുള്ള കൈയുടെ ഭാഗത്തിന് ചലനശേഷി നഷ്ടപ്പെടുന്നു എന്നുള്ളതാണ്. ഇത് വാക്വം ഡെലിവറിയിൽ കൃത്യമായി ഡെലിവറി എടുത്തില്ലെങ്കിൽ സ്വാഭാവികമായും ഇങ്ങനെയുള്ള പരിക്ക് കുട്ടികൾക്കുണ്ടാകും. തുടർന്ന് നാഡീഞരമ്പുകൾക്ക് തളർച്ച സംഭവിക്കുകയും പിന്നീട് അത് ചുരുങ്ങി കൈയുടെ ചലനശേഷി നഷ്ടപ്പെടുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. ഈ കേസുകളിലൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ കേസുകൾ ആരോപണ വിധിയായ ഡോക്ടർ ഒരാൾ തന്നെയാണ് എന്നുള്ളതാണ്. അതായത് നമ്മൾ കഴിഞ്ഞ ദിവസം പുറത്തുവിട്ട ശബ്ദ സംഭാഷണത്തിൽ ആലപ്പുഴ വനിതാ ശിശു ആശുപത്രിയിലെ സൂപ്രണ്ടായ ഡോക്ടർ ദീപ്തി തന്നെ പറയുന്നുണ്ടായിരുന്നു, ഈ 1.5 വയസ്സുകാരനായ വിഹാന്റെ അതേ സമയത്ത് ഡെലിവറി എടുത്തിരുന്ന 3 കുട്ടികൾക്ക് കൂടി സമാനമായ പരിക്കുകൾ ഏറ്റു എന്നുള്ള കാര്യം അവർ സ്ഥിരീകരിക്കുന്നുണ്ടായിരുന്നു. അതായത് ഇപ്പോൾ ആ ആശുപത്രി അധികൃതർ കൂടി സ്ഥിരീകരണം നമ്മൾ കണക്കിലെടുത്താൽ ഇങ്ങനെ സംഭവിക്കുന്ന ഡോക്ടർ പുഷ്പയുടെ 4ാമത്തെ കുട്ടിയാണ് ഇത് എന്നുള്ളതാണ്. ആരോഗ്യ വകുപ്പ് ഇതിനകത്ത് എന്ത് നടപടി സ്വീകരിക്കുന്നു എന്നുള്ള ചോദ്യമാണ് ഏറ്റവും പ്രധാനമായി നിൽക്കേണ്ടത്. കാരണം ഈ കുട്ടികൾക്ക് ഇത്തരത്തിൽ തോളലിനോട് ചേർന്നുള്ള കഴുത്തിനോട് ചേർന്നുള്ള നാഡികൾക്ക് വാക്വം ഡെലിവറിയിൽ പരിക്കേൽക്കുന്നുവെന്നും കുട്ടികൾ റെഫർ ചെയ്യപ്പെട്ടിട്ടുണ്ടെന്നും ഒക്കെയുള്ള റെഫറൻസ് രജിസ്റ്ററിലടക്കം മൊത്തം രേഖകളും ആശുപത്രിയിലുള്ളപ്പോൾ ഈ കാര്യങ്ങൾ എന്തുകൊണ്ട് മുകളിലേക്ക് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. നമുക്കറിയാം, ഇപ്പോൾ കഴിഞ്ഞ ദിവസം ആലപ്പുഴ സൗത്ത് പോലീസ് 1.5 വയസ്സുകാരനായ വിഹാന്റെ അച്ഛന്റെ പരാതിയിൽ ഡോക്ടർ പുഷ്പയ്ക്കെതിരെ ഈ കുട്ടിയുടെ കൈ തളർന്നുപോയ സംഭവത്തിൽ കേസെടുത്തിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ ഏറ്റവും പുതുതായി, അതായത് 1.5 വർഷം മുമ്പ് നടന്ന സംഭവമല്ല, 58 ദിവസത്തിന് അത്രയും ആവുന്നുള്ളൂ ആ കുഞ്ഞിന്റെ ഡെലിവറി കഴിഞ്ഞിട്ട്, ആ കുട്ടിയുടെ കേസാണ് ഇപ്പോൾ നമ്മൾ പുറത്ത് കൊണ്ടുവരുന്നത്. ഇതിനകത്തൊക്കെ തന്നെയും മെഡിക്കൽ കോളേജിലെ ചികിത്സാ രേഖകളിലൊക്കെ ഈ എറിബ്സ് പാൾസിയാണ് കുട്ടിക്കുണ്ടായതെന്നും ബ്രാക്കിയൽ പ്ലെക്സസ് ഇഞ്ചുറിയാണ് കുഞ്ഞിന്, അതായത് വാക്വം ഡെലിവറി സമയത്തുണ്ടായ പരിക്കാണ് കുഞ്ഞിന്റെ ഇത്തരം ഒരു എറിബ്സ് പാൾസിയിലേക്ക് നയിച്ചതെന്നുമുള്ള റെഫറൻസ് രേഖകളിലടക്കം ഇത് ഉണ്ട് എന്നുള്ളതാണ്. പക്ഷേ ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്ത് WNC ആശുപത്രിയിൽ നിന്ന് നൽകിയ ഡിസ്ചാർജ് കാർഡിൽ ഈ കുട്ടിക്ക് യാതൊരു കുഴപ്പവും ഉണ്ടായിട്ടില്ല എന്നുള്ള കാര്യമാണ് അവർ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതായത് ആശുപത്രിയിൽ ഈ കുട്ടിയുടെ അമ്മ പ്രസവിച്ച് കിടക്കുന്ന സമയത്ത് തന്നെ പലതവണ ഈ കുഞ്ഞിനെ ഈ കൈയുടെ ചലനശേഷിയുമായി ബന്ധപ്പെട്ട പ്രശ്നത്തിന് മെഡിക്കൽ കോളേജിലേക്കും ഒപ്പം തന്നെ ജനറൽ ആശുപത്രിയിലെ ന്യൂറോ വിഭാഗത്തിലേക്ക്, പീഡിയാട്രിക് ന്യൂറോ വിഭാഗത്തിലേക്കും റെഫർ ചെയ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ആ റെഫർ ചെയ്ത രേഖകളൊന്നും ആ അത്തരം കോംപ്ലിക്കേഷൻ, നമുക്കറിയാം ഹെഡ് ടു ഫീറ്റ് ആണ് ഈ നവജാത ശിശുക്കളെ സംബന്ധിച്ചുള്ള എല്ലാ വിവരങ്ങളും നമ്മളുടെ ആശുപത്രിയിൽ പ്രസവത്തിനെത്തുമ്പോൾ അവിടെ രേഖപ്പെടുത്തേണ്ടത് ഈ കുഞ്ഞിന്റെ ആരോഗ്യസ്ഥിതി തല മുതൽ കാൽപാദം വരെ രേഖപ്പെടുത്തേണ്ടതാണ്. കുട്ടിക്ക് ഒരു പ്രശ്നവുമില്ല, അപൂർണ ആരോഗ്യവതിയാണ് എന്ന് എഴുതിയതിലൂടെ കൈ കഴുകുകയാണ് ആശുപത്രി ചെയ്തിരിക്കുന്നതെന്ന് നമുക്ക് വ്യക്തമാണ്. കൂടുതൽ വരും മണിക്കൂറുകളിൽ ഈ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് നമുക്ക് പോകാം. ശരണ്യ സ്നേഹജനാണ് വിവരങ്ങൾ നൽകിയത്. അന്തരിച്ച CPM നേതാവ് MM ലോറൻസിന്റെ മൃതദേഹം സംസ്കരിക്കുന്നത് സംബന്ധിച്ച ഹർജി ഹൈക്കോടതിയിൽ നിന്ന് വീണ്ടും വരും. ലോറൻസിന്റെ മൃതദേഹം മതാചാരപ്രകാരം സംസ്കരിക്കുന്നതിന് വിട്ടുനൽകണം എന്നാവശ്യപ്പെട്ട് മകൾ ആശ നൽകിയ അപ്പീലാണ് ചീഫ് ജസ്റ്റിസ് നിതിൻ ജംദാർ, ജസ്റ്റിസ് S മനു എന്നിവരുൾപ്പെട്ട ബെഞ്ച് പരിഗണിക്കുന്നത്. തർക്കം മധ്യസ്ഥ ചർച്ചയിൽ തീർപ്പാക്കാൻ മുതിർന്ന അഭിഭാഷകൻ NN സുഗുണപാലിനെ കോടതി ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. മധ്യസ്ഥ ചർച്ചയുടെ വിവരങ്ങളടക്കം ഇന്ന് കോടതിയെ ബോധിപ്പിക്കും. സമസ്തയിലെ ഇരുവിഭാഗങ്ങൾ തമ്മിലുള്ള തർക്കം തീർക്കാൻ ഇന്ന് ചർച്ച മലപ്പുറത്ത്. എന്നാൽ ലീഗ് വിരുദ്ധ വിഭാഗം യോഗത്തിൽ പങ്കെടുത്തേക്കില്ല. മുഷാവറ യോഗത്തിന് മുൻപുള്ള സമവായ ചർച്ച പ്രഹസനമെന്നാണ് ഇവരുടെ വാദം. ചർച്ചയുമായി മുന്നോട്ടു പോകുമെന്ന നിലപാടിലാണ് ലീഗ് അനുകൂല വിഭാഗം. CV അനുമോദാണ് വിവരങ്ങളുമായി ചേരുന്നത്. അനുമോദ്, ഗുഡ് മോർണിംഗ്. ഈ ചർച്ചയിൽ പരിഹാരമാകുമെന്ന് പ്രതീക്ഷിക്കാമോ നമുക്ക്? അശ്വതി, ഗുഡ് മോർണിംഗ്. നമുക്കറിയാം, കുറെ ദിവസങ്ങളായി സമസ്തയുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ ലീഗിന് വലിയ തലവേദന സൃഷ്ടിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. പ്രത്യേകിച്ച് സാദിഖലി ശിഹാബ് തങ്ങൾക്കെതിരായ പ്രസ്താവന, അതോടൊപ്പം തന്നെ സുപ്രഭാതത്തിൽ വന്ന ഇടതുപക്ഷത്തിന് അനുകൂലമായ പരസ്യങ്ങൾ തുടങ്ങി വിവിധ വിഷയങ്ങൾ ലീഗിനും സമസ്തയ്ക്കുമിടയിൽ പരിഹരിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഈ വിഷയങ്ങളെല്ലാം തന്നെ ചർച്ച ചെയ്ത് സമവായത്തിലെത്തിക്കാൻ വേണ്ടിയാണ് ഇന്ന് ഉച്ചയ്ക്ക് 3 മണിക്ക് മലപ്പുറത്ത് യോഗം വിളിച്ചത്. 2 വിഭാഗങ്ങളും പങ്കെടുക്കുമെന്നായിരുന്നു ആദ്യം ഇതിൽ തീരുമാനിച്ചിരുന്നത്. പക്ഷേ ഇപ്പോൾ ലീഗിനെ എതിർക്കുന്ന വിഭാഗക്കാർ ഇതിൽ പങ്കെടുക്കുമോ എന്ന കാര്യത്തിൽ അവ്യക്തത നിലനിൽക്കുകയാണ്. കാരണം ബുധനാഴ്ച മുഷാവറ ചേരാനിരിക്കെ
ഇപ്പോൾ ഇത്തരത്തിലൊരു യോഗം വിളിക്കുന്നത് പ്രഹസനമാണെന്നും അതിന്റെ ആവശ്യമില്ലെന്നും മുഷാവറയിൽ ചേർന്ന് തീരുമാനമെടുക്കേണ്ട കാര്യങ്ങൾ അത്തരത്തിൽ തന്നെ പറഞ്ഞ് ധാരണയിലെത്തിക്കണമെന്നുമാണ് ഇവരുടെ നിലപാടുള്ളത്. എന്നാൽ ഇത് സംബന്ധിച്ച് അന്തിമമായ ഒരു തീരുമാനത്തിലേക്ക് ലീഗ് വിരുദ്ധപക്ഷം എത്തിയിട്ടില്ല. അവ പങ്കെടുക്കാതിരിക്കാനുള്ള സാധ്യത തന്നെയാണ് കാണുന്നത്. അങ്ങനെ അവർ പങ്കെടുത്തില്ലെങ്കിൽ അത് ലീഗിനെ അനുകൂലിക്കുന്ന വിഭാഗക്കാർക്ക് അവർക്കെതിരെ വിമർശനങ്ങൾ ഉന്നയിക്കാൻ ഒരു ആയുധം കൂടിയാവുന്ന സാഹചര്യമാണ് ഉള്ളത്. എന്നാൽ ഉച്ചയ്ക്ക് 3 മണിക്കാണ് യോഗം മലപ്പുറത്ത് വിളിച്ചിരിക്കുന്നത്. ഇതിൽ ആരെല്ലാം പങ്കെടുക്കുമെന്ന കാര്യത്തിൽ ഉച്ചയോടെ ഒരു കൃത്യമായ ധാരണ ലഭിക്കുമെന്നാണ് മനസ്സിലാക്കാനാകുന്നത്. ശരിയാണ്. ഇനിയൊരു ഇടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം ഫാസ്റ്റ് ന്യൂസിൽ കൃഷ്ണേന്ദു നായർ ചേരും. നമസ്കാരം, ഫാസ്റ്റ് ന്യൂസിലേക്ക് സ്വാഗതം. സിറിയക്ക് നേരെ വ്യോമാക്രമണം നടത്തി ഇസ്രായേൽ. ആയുധ സംഭരണ കേന്ദ്രങ്ങൾ ബോംബിട്ട് തകർത്തു. ഗോലാൻ കുന്നുകൾ സ്ഥിതി ചെയ്യുന്ന മേഖല പിടിച്ചെടുത്ത് ഇസ്രായേൽ സേന. സിറിയൻ സൈന്യത്തിന്റെ ആയുധ ശേഖരം വിമതരുടെ കയ്യിൽ എത്താതിരിക്കാനാണ് വ്യോമാക്രമണമെന്ന് വിശദീകരണം. അധികാരം നഷ്ടപ്പെട്ട സിറിയൻ പ്രസിഡന്റ് ബഷർ അൽ അസദും കുടുംബവും റഷ്യൻ തലസ്ഥാനമായ മോസ്കോയിലെത്തി. ബഷറിനും കുടുംബത്തിനും മോസ്കോ അഭയം നൽകിയതായി റഷ്യൻ ഔദ്യോഗിക മാധ്യമം ടാസ് റിപ്പോർട്ട് ചെയ്തു. മാനുഷിക പരിഗണന വെച്ചാണ് അഭയം നൽകിയതെന്നാണ് വിശദീകരണം. സമാധാനപരമായ അധികാര കൈമാറ്റത്തിന് തയ്യാറാണെന്ന് അസദ് അറിയിച്ചതായി റഷ്യൻ വിദേശകാര്യ മന്ത്രാലയം. സിറിയയിലെ അസദ് ഭരണകൂടത്തിന്റെ പതനത്തെ സ്വാഗതം ചെയ്ത് പാശ്ചാത്യ രാജ്യങ്ങൾ. ക്രൂരമായ രാഷ്ട്രം വീണുവെന്ന് ഫ്രഞ്ച് പ്രസിഡന്റ്. നല്ല വാർത്ത എന്ന് ജർമ്മൻ ചാൻസലർ. സിറിയ എത്രയും വേഗം സ്ഥിരതയിലേക്ക് മടങ്ങുമെന്ന് പ്രതീക്ഷിക്കുന്നതായി ചൈനീസ് വിദേശകാര്യ മന്ത്രാലയം. തിരുവനന്തപുരം പാലോട് യുവതി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ഭർത്താവും സുഹൃത്തും റിമാൻഡിൽ. ഭർത്താവ് അഭിജിത്ത്, സുഹൃത്ത് അജാസ് എന്നിവരാണ് റിമാൻഡിലായത്. ഇരുവരുടെയും മാനസിക ശാരീരിക പീഡനങ്ങളിൽ മനം നൊന്ത് ഇന്ദുജ ആത്മഹത്യ ചെയ്തു എന്നാണ് പോലീസ് കണ്ടെത്തൽ. നടൻ ദിലീപിന് ശബരിമല ദർശനത്തിന് പ്രത്യേക സൌകര്യം ഒരുക്കിയതുമായി ബന്ധപ്പെട്ട വിഷയം ഹൈക്കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കും. പോലീസ് അകമ്പടിയോടെ ദിലീപ് അടക്കമുള്ളവർ ശബരിമല ദർശനത്തിനെത്തിയത് സംബന്ധിച്ച് കോടതി വിശദമായ റിപ്പോർട്ടാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കരുതെന്ന് കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ദർശനം സംബന്ധിച്ച് CCTV ദൃശ്യങ്ങൾ പരിശോധിച്ച് തീരുമാനമെടുക്കാമെന്നാണ് ദേവസ്വം ബെഞ്ചിന്റെ തീരുമാനം. സമസ്തയിലെ ഇരുവിഭാഗങ്ങൾ തമ്മിലുള്ള തർക്കം തീർക്കാൻ മലപ്പുറത്ത് ഇന്ന് ചർച്ച. എന്നാൽ ലീഗ് വിരുദ്ധ വിഭാഗം യോഗത്തിൽ പങ്കെടുത്തേക്കില്ല. മുഷാവറ യോഗത്തിന് മുൻപുള്ള സമവായ ചർച്ച പ്രഹസനമെന്നാണ് ഇവരുടെ വാദം. ചർച്ചയുമായി മുന്നോട്ട് പോകുമെന്ന നിലപാടിലാണ് ലീഗ് അനുകൂല വിഭാഗം. അന്തരിച്ച CPM നേതാവ് MM ലോറൻസിന്റെ മൃതദേഹം സംസ്കരിക്കുന്നത് സംബന്ധിച്ച ഹർജി ഹൈക്കോടതിയിൽ ഇന്ന് വീണ്ടും പരിഗണിക്കും. ലോറൻസിന്റെ മൃതദേഹം മതാചാരപ്രകാരം സംസ്കരിക്കുന്നതിന് വിട്ടു നൽകണമെന്നാവശ്യപ്പെട്ട് മകൾ ആശ നൽകിയ അപ്പീലാണ് ഇന്ന് പരിഗണിക്കുന്നത്. തർക്കം മധ്യസ്ഥ ചർച്ചയിൽ തീർപ്പാക്കാൻ മുതിർന്ന അഭിഭാഷകൻ NN സുഗുണപാലിനെ കോടതി ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. മധ്യസ്ഥ ചർച്ചയുടെ വിവരങ്ങളടക്കം ഇന്ന് കോടതിയെ ബോധിപ്പിക്കും. കാസർഗോഡ് പൂച്ചക്കാട്ടെ പ്രവാസി വ്യവസായി MC ഗഫൂർ ഹാജിയുടെ കൊലപാതകത്തിൽ പ്രതികളെ ഇന്ന് പോലീസ് കസ്റ്റഡിയിൽ വാങ്ങും. ജുഡീഷ്യൽ കസ്റ്റഡിയിലുള്ള ജിനുമ എന്ന ഷമീമ ഉൾപ്പെടെയുള്ള പ്രതികളെയാണ് കസ്റ്റഡിയിൽ വാങ്ങുന്നത്. തട്ടിപ്പ് സംഘത്തിൽ കൂടുതൽ പേർ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നാണ് പോലീസ് സംശയിക്കുന്നത്. ഇവരുടെ പണം ഇടപാട് സംബന്ധിച്ചും വിശദമായ അന്വേഷണം നടത്താനാണ് കസ്റ്റഡിയിൽ വാങ്ങുന്നത്. ആലപ്പുഴ വനിതാ ശിശു ആശുപത്രിയിൽ പ്രസവത്തെ തുടർന്ന് നവജാത ശിശുവിന്റെ കൈ തളർന്നു പോയതായി വീണ്ടും പരാതി. ആര്യാട് പഞ്ചായത്തിൽ രമ്യ അഗേഷ് ദമ്പതികളുടെ കുഞ്ഞിന്റെ കൈയാണ് ഞരമ്പുകൾക്ക് പരിക്കുപറ്റി തളർന്നത്. വാക്വം ഡെലിവറിയിലൂടെ കുഞ്ഞിനെ പുറത്തെടുത്തത് ആരോപണ വിധേയയായ ഡോക്ടർ പുഷ്പയാണെന്ന് കുടുംബം. പിഴവ് ചൂണ്ടിക്കാട്ടി കുട്ടിയുടെ രക്ഷിതാക്കൾ ആരോഗ്യമന്ത്രിക്ക് പരാതി നൽകി. WNC ആശുപത്രിയിൽ പ്രസവത്തിലെ പിഴവ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന 4ാമത്തെ സംഭവമാണിത്. പ്രാദേശിക വിഭാഗീയത ഉണ്ടാകുന്ന വെല്ലുവിളികൾക്കിടെ CPM ജില്ലാ സമ്മേളനങ്ങൾക്ക് നാളെ തുടക്കം. സംസ്ഥാന സമ്മേളനം നടക്കുന്ന കൊല്ലത്താണ് ആദ്യ ജില്ലാ സമ്മേളനവും. ഫെബ്രുവരി 9 മുതൽ 11 വരെ തൃശൂരിൽ നടക്കുന്ന സമ്മേളനത്തോടെ ജില്ലാ സമ്മേളനങ്ങൾ പൂർത്തിയാകും. മാർച്ച് ആദ്യം സംസ്ഥാന സമ്മേളനം, ഏപ്രിലിൽ മധുരയിൽ പാർട്ടി കോൺഗ്രസും നടക്കും. BJP കോർ കമ്മിറ്റി യോഗം ഇന്ന് കൊച്ചിയിൽ. ഉപതെരഞ്ഞെടുപ്പ് ഫലവും തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ തയ്യാറെടുപ്പുകളും യോഗം ചർച്ച ചെയ്യും.
കേരള ഘടകത്തിന്റെ ചുമതലയുള്ള പ്രകാശ് ജാവദേക്കർ, സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ, കോർ കമ്മിറ്റി അംഗങ്ങൾ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുക്കും. പൊതുജനങ്ങളുടെ പരാതി പരിഹാരത്തിന് മന്ത്രിമാരുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന താലൂക്ക് തല അദാലത്തുകൾക്ക് ഇന്ന് തുടക്കം. സംസ്ഥാനത്തെ എല്ലാ താലൂക്കിലും മന്ത്രിമാർ നേരിട്ടെത്തി ജനങ്ങളുടെ പരാതികൾ സ്വീകരിക്കുകയും പരിഹരിക്കാൻ കഴിയുന്ന പരാതികൾ തത്സമയം തീർപ്പാക്കുകയുമാണ് ലക്ഷ്യം. സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും. അടുത്ത മാസം 13 വരെയാണ് അദാലത്ത്. സംസ്ഥാനത്തെ മുഴുവൻ തദ്ദേശ സ്ഥാപന ഭരണസമിതികളെയും ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അഭിസംബോധന ചെയ്യും. ഇതിനായി തദ്ദേശ സ്ഥാപനങ്ങൾ പ്രത്യേക യോഗങ്ങൾ ചേരും. പാലിയേറ്റീവ് കെയർ പ്രവർത്തനങ്ങളുടെ ഏകോപനം, മാലിന്യമുക്ത കേരളം, ദാരിദ്ര്യ നിർമ്മാർജ്ജനം എന്നിവയുടെ പ്രവർത്തനങ്ങൾ ഊർജ്ജപ്പെടുത്തലാണ് ലക്ഷ്യം. മാർച്ച് 30ഓടെ സമ്പൂർണ്ണ ശുചിത്വ സംസ്ഥാനം എന്ന പ്രഖ്യാപനം നടത്താനാണ് ആലോചന. യാക്കോബായ സഭ പരമാധ്യക്ഷൻ ഇഗ്നാത്തിയോസ് എഫ്രേം ദ്വിതീയൻ പാത്രിയാർക്കീസ് ബാവ ഇന്ന് വിശ്വാസ സമൂഹത്തെ അഭിസംബോധന ചെയ്യും. കാലം ചെയ്ത ശ്രേഷ്ഠ കത്തോലിക്ക ബാവ ബെസേലിയോസ് തോമസ് പ്രഥമന്റെ 40ാം ഓർമ്മദിനത്തിന്റെ ചടങ്ങുകളുടെ ഭാഗമായാണ് അഭിസംബോധന. പുതിയ കത്തോലിക്ക ബാവയുടെ ഔദ്യോഗിക പ്രഖ്യാപനം, സഭാ തർക്കങ്ങളിലെ ചർച്ച എന്നിവ വിശ്വാസികളോട് പങ്കുവയ്ക്കുമെന്നാണ് പ്രതീക്ഷ. BSNL സഹകരണ സംഘം തട്ടിപ്പ് കേസിൽ പ്രതികളുടെ ബിനാമി ഇടപാടും അന്വേഷിക്കണമെന്ന് പരാതിക്കാർ. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷണം ഏറ്റെടുത്തതോടെ പ്രതികൾക്ക് സംസ്ഥാനത്തിന് പുറത്തുള്ള നിക്ഷേപങ്ങളും കണ്ടെത്താനാകുമെന്ന് പ്രതീക്ഷ. BSNL സഹകരണ സംഘത്തിൽ 400 കോടിയിൽ പരം രൂപയുടെ തട്ടിപ്പാണ് നടന്നത്. കേസിൽ ED അന്വേഷണം തുടങ്ങി. ശബരിമലയിൽ ഭക്തജന തിരക്കിന് നേരിയ കുറവ്. ഇന്നലെ 63,733 തീർത്ഥാടകരാണ് ദർശനത്തിനെത്തിയത്. സമീപ ദിവസങ്ങളിലെ ഏറ്റവും കുറവ് തീർത്ഥാടകർ എത്തിയത് ഇന്നലെ. 13,145 പേർ സ്പോട്ട് ബുക്കിംഗ് വഴി ഇന്ന് ദർശനം നടത്തി. വരും ദിവസങ്ങളിൽ തിരക്ക് വർദ്ധിക്കുമെന്നാണ് ബോർഡിന്റെയും പോലീസിന്റെയും കണക്കുകൂട്ടൽ. ദേശീയ വാർത്തകൾ. പാർലമെന്റിൽ ഇന്നും അദാനി വിഷയം ഉയർത്താൻ കോൺഗ്രസ്. ഇന്ത്യ മുന്നണിയിലെ നേതൃതല ഭിന്നത പരസ്യമായതിനു ശേഷം ചേരുന്ന സഭാ സമ്മേളനത്തിൽ ഇത് പ്രകടമാകുമോ എന്നതും പ്രസക്തമാണ്. ഇന്ത്യ മുന്നണിയിലെ തർക്കം ഭരണപക്ഷം ആയുധമാക്കാനും സാധ്യതയുണ്ട്. അന്താരാഷ്ട്ര വാർത്തകൾ. വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി ചർച്ചകൾക്കായി ഇന്ന് ബംഗ്ലാദേശിൽ എത്തും. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം വഷളായ സാഹചര്യത്തിലാണ് വിക്രം മിശ്രിയുടെ സന്ദർശനം. പരസ്പരം യോജിച്ച് പ്രവർത്തിക്കാനുള്ള നീക്കം സന്ദർശനത്തിന് ശേഷമുണ്ടാകുമെന്നാണ് കരുതുന്നത്. ബംഗ്ലാദേശിലെ ഇടക്കാല സർക്കാരിന്റെ മുഖ്യ ഉപദേഷ്ടാവ് മുഹമ്മദ് യൂനിസിന്റെ നൊബേൽ സമ്മാനം തിരിച്ചെടുക്കണമെന്ന ആവശ്യവുമായി BJP നേതാക്കൾ രംഗത്ത്. ഹിന്ദു സമൂഹത്തിനെതിരായി വിവേചനരഹിതമായ ആക്രമണം നടത്തുന്നു എന്നാരോപിച്ചാണ് നീക്കം. മുഹമ്മദ് യൂനിസിന്റെ പശ്ചാത്തലം പുനഃപരിശോധിക്കണമെന്ന് BJP MP ജ്യോതിർമയ് സിംഗ് മഹോതോ ആവശ്യപ്പെട്ടു. നോർവീജിയൻ നൊബേൽ കമ്മിറ്റിക്ക് അയച്ച കത്തിൽ മനുഷ്യാവകാശ ലംഘനങ്ങളിൽ പങ്കാളിയാണെന്ന് ആരോപിക്കപ്പെടുന്ന വ്യക്തികൾക്ക് നൊബേൽ സമ്മാനം നൽകുന്നതിലെ വൈരുദ്ധ്യം എടുത്തു കാണിക്കുന്നു. പ്രാദേശിക വാർത്തകൾ. മലപ്പുറം പെരിന്തൽമണ്ണയിൽ വീണ്ടും അജ്ഞാത ജീവിയുടെ ആക്രമണം. കൊലഞ്ചേരി സ്വദേശി റിനോജിന്റെ പശുക്കിടാവിനെയാണ് കൊന്നത്. അടുത്തിടെ പ്രദേശത്ത് പുലിയെ കണ്ടതായി നാട്ടുകാർ പറഞ്ഞിരുന്നു. വനം വകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലം സന്ദർശിച്ചു. പ്രദേശവാസികളോട് ജാഗ്രത പാലിക്കാൻ നിർദ്ദേശം നൽകി. മലപ്പുറം പൊന്നാനിയിൽ ലഹരിക്കടത്ത് സംഘം പിടിയിൽ. വെളിയങ്കോട് സ്വദേശി ഫിറോസ്, റിയാസുദ്ദീൻ എന്നിവരാണ് പിടിയിലായത്. വാഹന പരിശോധനയ്ക്കിടെ പോലീസ് തടഞ്ഞെങ്കിലും SIയെ ഇടിച്ചു വീഴ്ത്തി നിർത്താതെ പോവുകയായിരുന്നു. പിന്തുടർന്നാണ് പിടികൂടിയത്. കേസിൽ 2 പേരെ കൂടി പിടികൂടാനുണ്ട്. പ്രതികളിൽ നിന്ന് MDMAയും ആയുധങ്ങളും പിടിച്ചു. ഫാസ്റ്റ് ന്യൂസ് പൂർണ്ണമാകുന്നു. നമസ്കാരം. അപ്പോൾ നമ്മളിനി നമ്മുടെ സ്പെഷ്യൽ ഡേ സെഗ്മെന്റിലേക്ക് പോവുകയാണ്. ഇന്ന് December 9 അപ്പോൾ December 9 സ്പെഷ്യൽ ഡേ ആയിട്ടുള്ള എല്ലാവർക്കും ന്യൂസ് 8 ആശംസകൾ അറിയിക്കുകയാണ്. തൃശൂർ ചേരൂർ സ്വദേശികളായ അനു ദമ്പതികളുടെ മകൾ അദ്വിതയുടെ 7ാമത്തെ പിറന്നാളാണ്. അദ്വിത മോളുടെ 7ാമത്തെ പിറന്നാൾ. ഹാപ്പി ബർത്ത്ഡേ, വെരി ഹാപ്പി ബർത്ത്ഡേ ടു യു അദ്വിത.
മാവേലിക്കരയിലുള്ള ആര്യന്റെ 5ാം പിറന്നാളാണ്. ആശംസകളുമായി അച്ഛൻ അരുൺ, അമ്മ പ്രിയങ്ക, സഹോദരങ്ങൾ അർണവ്, വാസുദേവ്, ധനദേവ് എന്നിവർ. അപ്പൊ എല്ലാവരുടെ ആശംസകൾ, കുടുംബത്തിന്റെ ആശംസകൾക്കൊപ്പം ന്യൂസ് 18 ആശംസകൾ നേരുകയാണ് ആര്യൻ മോൻ. നിങ്ങളുടെ ന്യൂസ് 18 കുടുംബാംഗമായ ആര്യ ആർ ദേവനും യദു രാജീവും ഇന്ന് വിവാഹ വാർഷികം ആഘോഷിക്കുകയാണ്. 2ാമത്തെ ആനിവേഴ്സറിയാണ്. ആര്യയെ നിങ്ങൾക്കെല്ലാം അറിയാം. ന്യൂസ് 18 മോർണിംഗ് ഷോ രാവിലെയുടെ അവതാരകരിൽ ഒരാളാണ്. ആര്യയ്ക്കും യദുവിനും ആശംസകൾ നേരുകയാണ്. ഞങ്ങളുടെ അസോസിയേറ്റ് എഡിറ്റർ ടോം കുര്യാക്കോസിന്റെയും പിങ്കുവിന്റെയും മകൻ മലാക്കി ടോം ഇന്ന് പിറന്നാൾ ആഘോഷിക്കുകയാണ്. ടോമും ന്യൂസ് 18 പ്രേക്ഷകർക്ക് സുപരിചിതനാണ്. പോലീസ് പട്രോൾ, സ്പോട്ട് ലൈവ് എന്നീ ഷോകളുടെ പ്രധാന അവതാരകനാണ്. ടോമിന്റെ മകൻ മിക്കുക്കുട്ടന്റെ വീട്ടിൽ വിളിക്കുന്ന പേരാണ് മിക്കു. മലാക്കി വെല്ലൂർ ഭവൻ സ്കൂളിലെ UKG വിദ്യാർത്ഥിയാണ്. ഹാപ്പി ബർത്ത്ഡേ മിക്കു. അപ്പോൾ നിങ്ങൾക്കും ഇതുപോലെ നിങ്ങളുടെ സ്പെഷ്യൽ ഡേ ന്യൂസ് 18 ഒപ്പം ആഘോഷിക്കാം. ന്യൂസ് 18 സ്ക്രീനിൽ നിങ്ങൾക്കും വരാം. വാട്സ്ആപ്പ് ചെയ്യേണ്ട ഫോമാറ്റും നമ്പറും സ്ക്രീനിൽ കാണാം. ഞാൻ തുടക്കം മുതലേ പറയുന്നു, ഇന്നു മുതൽ നമ്മൾ ന്യൂസ് 18 കേരളത്തിന്റെ മോർണിംഗ് ഷോയായ രാവിലെയിൽ പുതിയ 2 സെഗ്മെന്റുകൾ കൂടി ഉൾപ്പെടുത്തുകയാണ്. നല്ല വാക്കും ഇത് കണ്ടോയും. ഓരോ ദിവസവും ശുഭചിന്തകളോടെ തുടങ്ങുകയാണെങ്കിൽ അതിൽ പരം മറ്റൊന്നില്ല. മാതാ അമൃതാനന്ദമയിയുടെ ശുഭദിന ചിന്തകളാണ് ഇന്നത്തെ നല്ല വാക്കിലുള്ളത്. നല്ല വാക്ക് കേട്ട് കഴിഞ്ഞാൽ വൈറൽ വീഡിയോകളുമായി അനുശ്രീയും അജയ് സുധാ ബിജുവും ചേരും. ഇത് കണ്ടോ. എപ്പോഴും കുറവുകളെ കഴിവുകളാക്കി മാറ്റുക എന്നുള്ളതാണ്. അപ്പം അതിനെ ഉദ്ധരിച്ച് കഴിവുകളാക്കി മാറ്റുക എന്നുള്ള ഒരു സാധനം എത്ര ശ്രദ്ധാലുവാണെങ്കിലും അവനെ ന്യൂനത ഇല്ലാതാക്കാൻ ഗുരുവിൻ്റെ സഹായം കൂടിയേ തീരും. ഗുരു ഇല്ലാത്ത സാധകൻ ഒരു അനാഥ ശിശുവിനെ പോലെ. അനാഥ ശിശു ഒരു കുപ്പിപ്പാല് തറയിൽ നിന്ന് കുടിക്കുന്ന പോലെ. ഒരു കടയിൽ ജോലിക്ക് നിർത്തിയിരിക്കുന്ന പയ്യൻ, അവന് സാധനങ്ങൾ എടുത്തു കൊടുക്കും. ഇടയ്ക്കിടയ്ക്ക് ഉറക്കം തൂങ്ങിക്കൊണ്ട് നിൽക്കും. കട ഉടമസ്ഥൻ്റെ മൂത്ത മോന് മാനേജ്മെൻറ്റ് പഠിത്തം കഴിഞ്ഞ് തിരിച്ച് വന്നപ്പോൾ ഈ കടയിൽ നിൽക്കുന്ന പയ്യൻ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഉറക്കം തൂങ്ങുന്നുണ്ട്. അപ്പോൾ അച്ഛനോട് ദേഷിച്ചു, അച്ഛാ, ഒരു കടയിൽ ബിസിനസ് നിൽക്കുന്ന പയ്യൻ ഇങ്ങനെ ആയിരിക്കണോ? ഇങ്ങനെ ഉറക്കം തൂങ്ങുന്ന പയ്യനാണ് നിർത്തേണ്ടത്. അവന് ജോലിയൊന്ന് പറഞ്ഞു വിട്ടേക്കോ. പിന്നെ അച്ഛൻ പറഞ്ഞു, മോനെ, ഒരു പാവപ്പെട്ട വീട്ടിലെ പയ്യനാണ്, അവൻ അച്ഛനില്ല. ഇവൻ്റെ ജോലിയുടെ പണം കൊണ്ടാണ് കുടുംബം കഴിയുന്നത്. അതുമാത്രമല്ല, ഇവൻ 2 മാസം ശമ്പളം ഞാൻ നേരത്തെ കൊടുത്തും പോയി. അല്ല, അച്ഛൻ തീർച്ചയായിട്ടും ഇങ്ങനെ പറഞ്ഞു വേണം. അതിനൊരു വഴിയുണ്ട് മോനെ. അതെന്താ വെച്ചാൽ അവ ഈടുത്ത ഒരു ബന്നിന് ഇറങ്ങിയിട്ടുണ്ട്. പറയുന്നത് ഡിപ്രഷനുള്ളവർക്കും ഉറക്കം കിട്ടാത്തവർക്കും അത് ധരിച്ചാൽ നല്ല ഉറക്കം കിട്ടും, നല്ല ശാന്തിയും അനുഭവിക്കാൻ സാധിക്കുമെന്നാണ് പറയുന്നത് കേൾക്കുന്നത്. ആ ബന്നിൻ നാളെ ഇവിടെ എത്തും. അപ്പം 2 ദിവസം കഴിഞ്ഞ് പറഞ്ഞു വിടണോ വേണ്ട എന്നുള്ള തീരുമാനം എടുക്കുക. 2 ദിവസം കഴിഞ്ഞ് അദ്ദേഹത്തിൻ്റെ മോൻ കടയിലോട്ട് വരുമ്പോൾ കടയുടെ മുമ്പിൽ ഈ ഇറങ്ങിയ ബനിയൻ ധരിച്ച് ഈ ഉറക്കം തൂങ്ങുന്ന പയ്യനെ അവിടെ വെച്ചിരിക്കുകയാണ്. അപ്പം മുകളിലൊരു ബോർഡുണ്ട്, ഡിപ്രഷനുള്ളവരും ഉറക്കം കിട്ടാത്തവർക്കും ഈ ബനിയൻ ധരിച്ചാൽ ഉറക്കം കിട്ടുന്നതായിരിക്കും, റിലാക്സ് ഉണ്ടായിരിക്കുന്നതായിരിക്കും അന്ന് ബോർഡ് എഴുതി. പക്ഷെ താഴെ ഈ ബനിയൻ ധരിച്ചിരിക്കുന്ന പയ്യനുണ്ട്, തൂങ്ങിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ മൂത്ത മോൻ വരുമ്പോൾ കാണുന്ന രംഗം ബോർഡ് ഇതാണ്. എന്നിട്ട് നേരെ അകത്തോട്ട് കയറിച്ചപ്പോൾ കട നിറച്ച് ചെടിച്ച് നിൽക്കുന്ന ആൾക്കാർ ഈ ബന്നം വാങ്ങിക്കാൻ വേണ്ടി വന്ന ദിവസം തന്നെ ബന്നം വിറ്റ് തരികയും ചെയ്തു. അദ്ദേഹം വളരെ ക്ഷമയുള്ള മനുഷ്യനാണ്. അതുകൊണ്ട് ആ വിവേകം ഉണ്ടായി. അതുകൊണ്ട് ആ പയ്യനിലെ കുറവുകളെ അദ്ദേഹം കഴിവുകളാക്കി മാറ്റി.
അതുപോലെ വിവേകത്തോടുകൂടിയും ക്ഷമയോടുകൂടിയും നീങ്ങിയാൽ നമുക്ക് ഏത് കുറവുകളെയും കഴിവുകളാക്കി മാറ്റാൻ പറ്റും. അനുഭവമാണ് ഗുരു. അദ്ദേഹത്തിൻ്റെ അനുഭവജ്ഞാനമാണ് പോരായ്മകളെയും നല്ല രീതിയിൽ ഉപയോഗിക്കാൻ കഴിഞ്ഞത്. എപ്പോഴും കുറവുകളെ കഴിവുകളാക്കി മാറ്റുക എന്നുള്ളതാണ്. അപ്പം അതിനെ ഉദ്ധരിച്ച് കഴിവുകളാക്കി മാറ്റുക എന്നുള്ളത്. ഒരു സാധനം എത്ര ശ്രദ്ധാലുവാണെങ്കിലും അവനെ ന്യൂനത ഇല്ലാതാക്കാൻ ഗുരുവിൻ്റെ സഹായം കൂടിയേ തീരും. ഗുരു ഇല്ലാത്ത സാധകൻ ഒരു അനാഥ ശിശുവിനെ പോലെ. അനാഥ ശിശു ഒരു കുപ്പിപ്പാല് തറയിലിരുന്ന് കുടിക്കുന്ന പോലെ. ഗുരുവുള്ളൊരു സാധകൻ അമ്മയുടെ മടുത്തട്ടിരുന്ന് മുലപ്പാൽ കുടിക്കുന്ന പോലെ. അമ്മയുടെ മുലപ്പാലിൽ തീർച്ചയായിട്ടും അതിലെ പ്രതിരോധ ശക്തി ചേർത്തുക്കാനുള്ള ആൻറ്റിബയോട്ടിക്സ് ഉണ്ട് മുലപ്പാലിൽ. ആപ്പിളം മരം തണുപ്പ് രാജ്യത്ത് വളരും, ചൂട് രാജ്യത്ത് ഈത്തപ്പഴം വളരും. തിരിച്ച് ആപ്പിളം മരം ചൂട് രാജ്യത്ത് വെച്ചാലോ കിളിക്കും. പക്ഷേ അതുപോലെ വളരെ വളരെ ശ്രമിച്ചവർ പക്ഷെ കിളിപ്പിക്കാം. ജന്മന ആ സംസ്കാരത്തിൽ വന്നവരുണ്ട്. അപ്പോൾ അവരെപ്പോലെ മറ്റുള്ളവർ അനുകരിച്ചല്ലോ. ജന്മനാ ഒരാൾ പാടുന്നത് വെച്ച്, ജന്മനാ ഒരാൾ വരയ്ക്കുന്നത് വെച്ച് എല്ലാവരും പഠിക്കാതെ വരയ്ക്കാൻ എങ്ങനെ ഇരിക്കും? വരയ്ക്കാൻ ശ്രമിച്ചാൽ എങ്ങനെ ഇരിക്കും? ഗുരു ശിഷ്യൻ്റെ അഭയവും ആശ്രയവുമാണ്. അവൻ്റെ വഴികാട്ടിയും രക്ഷകനുമാണ്. ഓരോ പ്രതിസന്ധിയിലും അവന് തുണയായിരിക്കും. ആധ്യാത്മപാതയിലെ പ്രതിബന്ധങ്ങളിൽ മനസ്സ് തളരാതെ മുന്നോട്ട് പോകാനുള്ള ശക്തിയും പ്രചോദനവും ഗുരു പകർന്നു നൽകും. ശിഷ്യന് സമർപ്പണം വേണ്ടത്രയുണ്ടെങ്കിൽ ശിഷ്യനെ സഹായിക്കാൻ ഗുരു എത്ര ക്ലേശം സഹിക്കുവാനും തയ്യാറാകും. വേണമെങ്കിൽ ഗുരുവിൻ്റെ ഒരു നോട്ടം, ഒരു സ്പർശനം, ഒരു സ്മരണ. അതുകൊണ്ട് തന്നെ ശിഷ്യനെ പരമമായ അനുഭവത്തിലേക്ക് ഉയർത്തുവാൻ ഗുരുവിന് കഴിയുന്നു. എന്നാൽ അത് സ്വീകരിക്കാനുള്ള യോഗ്യത ശിഷ്യൻ സ്വയം ആർജിക്കേണ്ടതാണ്. നമ്മുടെ മനസ്സിൽ എന്തെങ്കിലും തരത്തിലുള്ള ആഗ്രഹങ്ങൾ അവശേഷിച്ചിട്ടുണ്ടെങ്കിൽ സത്യത്തെ അറിയാൻ പ്രയാസമാണ്. അതിനാൽ ഗുരു ഏറ്റവും ആദ്യം നോക്കുന്നത് ശിഷ്യന് എത്രത്തോളം വൈരാഗ്യം വന്നിട്ടുണ്ടെന്നാണ്. മരണത്തിൻ്റെ രഹസ്യം അറിയാൻ വേണ്ടി നജീകസ് യമനോട് അപേക്ഷിച്ചപ്പോൾ യമൻ പറഞ്ഞു, അത് മാത്രം നീ ചോദിക്കരുത്, ഞാൻ നിനക്ക് എല്ലാ തരത്തിലുള്ള സൗഭാഗ്യങ്ങളും തരാം, അതുകൊണ്ട് നീ തൃപ്തനാകും. എന്നാൽ നശ്വരമായ യാതൊന്നും കൊണ്ട് തൃപ്തനാകാൻ നജീകസ് തയ്യാറായില്ല. യമൻ വെച്ച് കിട്ടിയ പ്രലോഭനങ്ങളിലൊന്നും നജീകസ് വീണതുമില്ല. മരണത്തിൻ്റെ വാതിൽ പോലും മുട്ടി വിളിക്കാൻ തയ്യാറായ ആ ധീരൻ ഒന്നുകൊണ്ടും പിന്മാറുന്നവനായിരുന്നില്ല. യമൻ്റെ പ്രലോഭങ്ങൾ ആ ബാലൻ തള്ളിക്കളഞ്ഞത് കണ്ടപ്പോൾ യമനിലെ ഗുരു സന്തോഷിക്കുകയാണ് ചെയ്തത്. അദ്ദേഹം പ്രീതനായി ആ ബാലന് ആത്മവിദ്യ ഉപദേശിച്ചു കൊടുത്തു. കുഴിയിൽ വീണ് കിടക്കുന്ന ഒരാളെ രക്ഷിക്കണമെങ്കിൽ ചിലപ്പോൾ സഹായിക്കാൻ പോകുന്ന ആളും കുഴിയിലിറങ്ങേണ്ടി വരും. ചെളിയും ഒഴുക്കുമെല്ലാം അദ്ദേഹം സഹിക്കേണ്ടി വരും. അതുപോലുള്ള കാരണമാണ് ഗുരുവിന് ശിഷ്യനോട് ഉള്ളത്. ബന്ധസ്ഥനായ ശിഷ്യനെ രക്ഷിക്കണമെങ്കിൽ ഗുരു വളരെയേറെ ത്യാഗം സഹിക്കേണ്ടി വരും. ശിഷ്യന്മാരുടെ ന്യൂനതകളും പ്രാരാബ്ദങ്ങളും ഒരളവോളം ഗുരുവിന് ബാധകമാവും. ശിഷ്യൻ എന്ന വാക്കിൻ്റെ അർത്ഥം ശാസിക്കപ്പെടാൻ യോഗ്യനായവനെന്നാണ്. സ്വയം അർപ്പണമായി മാറുന്നവനാണ് ശിഷ്യൻ.